ദൈവത്തിൻ്റെ പുണ്യതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കോർ ടീം ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരും നല്ലവരുമായ കാനക്കോട് ദേശനിവാസികൾ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ സാഹൂദം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ഇന്ന് രാത്രിയും ആലയത്തിനും പുറത്തുമായി പോസ്റ്റരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു സന്ധ്യയെങ്കിൽ കൂടി പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യം നിമിത്തം ഒരു സന്ധ്യയെങ്കിൽ കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന യോഗ പരമ്പരകളിൽ കഴിഞ്ഞ രാത്രിയും ഇന്ന് രാത്രിയും വചന പ്രഘോഷണത്തിന് ക്ഷണിച്ച പെനിയൽ ഗോസ്പൽ വർഷിപ്പ് സെന്റർ, അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ മക്കളോടുമുള്ള അകമടിഞ്ഞ നന്ദി ഈ രാത്രി രേഖപ്പെടുത്തുന്നു. ഇന്നലെ രാത്രി നമ്മുടെ ഒന്നാമത്തെ രാത്രിയായിരുന്നു. വിശുദ്ധ മത്തായി സുവിശേഷത്തെ ആസ്പദമാക്കി വരാനിരിക്കുന്ന ഏകലോക ഭരണം എന്നൊരു ഭാഗമായിരുന്നു ഇന്നലെ രാത്രി ചിന്തിച്ചത്. കുഞ്ഞുങ്ങൾ വായിക്കുകയും സഹായിക്കുകയും ചെയ്തു. മത്തായി 24:3-4-5 ഗുരു അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. യേശുവിന്റെ വരവിന്റെ 4 ചാലുകൾ ഇന്നലെ രാത്രി നാം ചിന്തിച്ചു. മത്തായി 24, 32, 33, 34. അത്തയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പുള്ളതാ ഇലതിറക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനെടുക്ക വാതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുമാനമുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല എന്ന ഒരു ഭാഗത്തിൽ കൂടി ഇസ്രായേൽ തളർക്കുകയും അപ്പോൾ അവനടുക്ക വാതിൽക്കൽ അവനെപ്പോൾ വെളിപ്പെട്ട് വരും. ഇന്നലെ രാത്രി വായിച്ചു ദാനിയേൽ 8:23, 24, 25. അവരുടെ രാജ്യത്തെ തന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും വായുബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. ഇന്നത്തെ ഭരണകൂടങ്ങളുടെ അവസ്ഥകളെല്ലാം മാറുമ്പോൾ ഒരേക ലോക ഭരണം വരും. അങ്ങനെയെങ്കിൽ നാം ആയിരിക്കുന്ന കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഈ ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരുമെന്ന് വിശുദ്ധ വെളിപ്പാടിൽ കൂടി നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ പറഞ്ഞു. വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശ്യം, അതിന്റെ കാൽ കരടിയുടെ കാൽ, അതിന്റെ വായ് സിംഹമുഖം പോലെയും, അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്ത് ന്യൂ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ യൂറോപ്പിന്റെ അധീനതയിൽ നിന്ന് ഒരു ഏകലോക ഭരണത്തിന്റെ വഴികൾ ഒരുങ്ങുമെന്ന് ഇന്നലെ രാത്രി. ഈ മൃഗത്തെ ആര് കാണും? 10 കൊമ്പ്. ഇത് വെളിപ്പാട് 17:8-9. നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരുന്നതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കും ഭൂവാസികൾ. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കാന്തന്റെ വരവിൽ എടുക്കപ്പെടും. അപ്പോൾ ഈ 10 കൊമ്പേത് ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. ബുദ്ധിയുള്ളവൻ നോക്കട്ടെ. ഈ 10 കൊമ്പ് എന്ന് പറയുന്നത് സ്ത്രീ ഇരിക്കുന്ന തല 7 മലയാകുന്നു. ഇറ്റലിയിൽ കാപ്പിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, ഫെമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കുമോ? അതിനാസ്പദമായി ഇന്നലെ രാത്രി നാം ചിന്തിച്ചു. ഇന്റർനെറ്റ് എന്ന സംവിധാനം ഇവിടെ വരും. അതിനാസ്പദമായി WWW വേൾഡ് വൈഡ് വെബ്സൈറ്റ്, ലോകം ഒരുവന്റെ കയ്യിൽ. അതിനോടനുബന്ധിച്ച് ഇന്നലെ വെളിപ്പാടിൽ 5W പറ്റി പരിചയപ്പെടുത്തി. വെളിപ്പാട് 13:3-4-5-6-7. ആ മൃഗം മരണകരമായ ഉറവ് ഉണ്ട്. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വണ്ടർഫുൾ. അത് കഴിഞ്ഞിട്ട് അവന്റെ ശബ്ദം ഉലകം കേട്ടു. വേട്. അത് കഴിഞ്ഞാൽ അവനെ സകലരും നമസ്കരിക്കേണ്ടതാകുന്നു. ആരാധന, വർഷിപ്പ്. 5-ാമത്തെ സംഭവം. ഇടവേളയ്ക്ക് മുമ്പ് നാം ചിന്തിച്ചു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ. ഇന്നത്തെ യുദ്ധങ്ങളെല്ലാം അന്തിമ യുദ്ധത്തിലേക്ക്. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചു. ഇന്നലെ കർഷക സമരവും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും ബംഗ്ലാദേശിലെ ഭരണകൂടം തകർന്നതല്ല ബൈബിൾ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു. അതിനുശേഷം ആന്റി ക്രൈസ്റ്റ് ആര് പലരും പറയും ഇവിടുത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്നുമല്ല, ആരാധ്യം വരും. ഉൽപ്പത്തി 49:10. യാക്കോബ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോലഹൂതയിൽ നിന്നും രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങത്തില്ല. ആരാ എതിർ ക്രിസ്തു? യഹൂദന്റെ ജീനിൽ ഒരുവൻ മറ്റൊരു
മറ്റൊരു തലത്തിൽ നുഴഞ്ഞു കയറും. ഉൽപ്പത്തി 49:17. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. ഇന്നത്തെ കത്തുന്ന സിറിയയിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് വരുന്നത്. അങ്ങനെയെങ്കിൽ അവൻ വന്നാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യകുലത്തെ അവന്റെ കണ്ണുകൊണ്ട് കാണും. അതിനാസ്പദമായി ദാനിയേൽ പ്രവചിച്ചു 7, 7, 8 വാക്യങ്ങൾ. രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും നാലാമതൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഇതിന് 10 കൊമ്പുണ്ടായിരുന്നു. അതാ ഇന്നത്തെ ശെങ്കൻ, യൂറോപ്യൻ യൂണിയൻ, ഒരു വിസ, ഒരു ഗവൺമെന്റ്, 29 രാജ്യങ്ങളിലേക്ക് ഒരുമിച്ച് കടക്കുവാൻ ഇന്നത്തെ ശെങ്കൻ വരുന്നത് ഒരു ഭരണത്തിന്റെ തുടക്കമാണ്. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി പറഞ്ഞു, മുമ്പേ കണ്ട മൃഗങ്ങളിൽ വെച്ചത് വ്യത്യാസം 10 കൊമ്പ്. അതിനാൽ ഇവൻ മുമ്പിലത്തെ 3 കൊമ്പുകളെ ചവിട്ടിക്കളയും. രാജാധിപത്യവും ജനാധിപത്യവും ഏകാധിപത്യവും ഭരണകൂടങ്ങൾ തകരും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടുന്നു, കടലിൻ മുഴക്കം, ഭരണകൂടങ്ങൾ തകരുന്നു. ഈ ബംഗ്ലാദേശ് വരെ തകർന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെ വരണം സാമ്പത്തിക മാന്ദ്യം. രാജാക്കന്മാരും വീഴും, പ്രമാണിമാരും വീഴും, ഏകാധിപതികളും വീഴും. അപ്പോൾ അവൻ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം റിലയൻസിന്റെ 100 GB ക്ലൗഡ് വന്നതുപോലെ സകല മനുഷ്യനെ നിരീക്ഷിക്കുന്ന ഏറ്റവും വലിയ സംവിധാനം അവന്റെ കയ്യിലെത്ത്. ഇന്ന് മനുഷ്യൻ മുഖാമുഖം സംസാരിക്കുന്നു. അതിനാസ്പദമായി ഓഡിയോ കോളും പോയി, ആഡിയോ കോളും ഒക്കെ പോയി. ഇപ്പോൾ വീഡിയോ കോളിലേക്ക് വന്നതുപോലെ ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, വാട്സപ്പ് കാൾ, ട്വിറ്റർ കാൾ, ബോട്ടീം കാൾ. അതുപോലെ മനുഷ്യനെ മുഴുവൻ കോവിഡിന്റെ വാക്സിന്റെ മറവിൽ നമ്മുടെ ഡേറ്റയും മെയിൽ ഐഡിയും കൊണ്ടുപോയി ഇവൻ കാണും. അതാ അവന്റെ കൊമ്പിൽ, ആ കൊമ്പിൽ ഒരു ചെറിയ കണ്ണ്, അതാ ക്ലിയർ ആയിട്ട് അവൻ ക്യാമറ വഴി മനുഷ്യനെ ദർശിക്കും. ആ ക്യാമറ നമ്മളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തന്റെ മക്കളെ ചേർക്കാൻ വരുമെന്ന് ഇന്നലെ രാത്രി. 2, അവന്റെ ശബ്ദം, വമ്പ് പറയുന്ന വായ്. അതാ ഇസ്രയേലിന്റെ പർവ്വതനിരയിൽ മെഗിദോ താഴ്വരയിൽ 1000 മനുഷ്യന്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. 1000 ഹ്യൂമൻ ബീങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ വോയിസ് ട്രാൻസ്ലേറ്റർ. ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ച ഗൂഗിൾ ഇന്ന് ആരംഭിച്ചെങ്കിൽ ഈ ടെക്നോളജി അവന്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നു 2000 ഭാഷകളിലേക്ക് മനുഷ്യന്റെ വോയിസ് മാറ്റാം. അതിനാസ്പദമായി 4 മാവടി അരിമയാന മോഹൻ സീലാസർ അവർ സൊൽகிறது ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ജോയ്സ് മേയർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേരളത്തിൽ മലയാളവും തമിഴ്നാട്ടിൽ തമിഴും കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ അവിടെ നിന്ന് സംസാരിക്കും. പിണറായിയുടെ ഓണാശംസയും നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തും പോലെ ഓരോ മിനിറ്റുകളിലും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉലകം കേൾക്കും ഗൂഗിളിന്റെ സഹായത്തോടെ. അത് കേൾക്കുന്നതിനും ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, മറ്റൊരു ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിന്റെ പേരാ കർത്താവതൻ ഗംഭീര നാഥ. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്, ജീവനോടിരിക്കുന്ന മഹിമയോടെ കാന്തന്റെ സന്ധിയിൽ എടുക്കപ്പെടുമെന്ന് 1-ാമത്തെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി കാനക്കോടുള്ള ദൈവമക്കളോട് ദൈവദാസനാകുന്ന ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി പോലെ കോവിഡാനന്തര സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടം തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ എന്റെ കൺവെൻഷൻ കൂട്ടങ്ങൾ 2-ാമത് രാത്രിയും പറയൂ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കാനക്കൂടെ പ്ലാവൂരെ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനം. എല്ലാവരും പരിശുദ്ധ ബൈബിൾ തുറന്നാട്ട് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വിശുദ്ധ വെളിപ്പാട് 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനം വായിച്ച് സഹായിച്ചിട്ട് മക്കളെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി സുന്ദരമായി ലോകത്തിന്റെ 8 മാസം കടന്നുപോയി, 9-ാം മാസം തുടങ്ങുക നാളെ രാവിലെ. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ കാനക്കോടിനോട് പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. ടൈം ഈസ് കം നൗ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. മഹത്വവാനായ ദൈവത്തിന് സ്തുതികരറ്റാട്ടെ. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവ, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം
ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവപാദ പീഠത്തിലേക്ക് വരാ. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുക. 2 പെന്തക്കോസ്ത് പെരുന്നാളിൽ അവർ മുട്ടുമടക്കുമ്പോൾ ഉയരത്തിലെ ശക്തി അവരിലേക്ക് വ്യാപരിക്കുന്നു. അധ്യായം 3 വരുമ്പോൾ 9 മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലേക്ക് ദൈവത്തിന്റെ ദാസന്മാർ യാത്ര ചെയ്തു. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ അവിടെ കൊണ്ടുവരുത്ത്. കഴിഞ്ഞ 3.5 വർഷമായി അവനെ കൊണ്ടുവരത്തില്ല. യഹൂദ പരീക്ഷകൾക്കറിയാം യേശു വരും, അവനെ സൗഖ്യമാക്കും. പരീശന്മാർ വിചാരിച്ചു യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി, ഇനി അത്ഭുതം നടക്കത്തില്ല. ഇന്ന് രാത്രി പല നാട്ടുകാരും വിചാരിക്കും അത്ഭുതം നടക്കത്തില്ല. പക്ഷേ 9 മണി നേരം ആലയത്തിലേക്ക് എന്ന കുഞ്ഞുങ്ങളുടെ മുൻപിലേക്ക് ഈ ചെറുപ്പക്കാരൻ കൈ നീട്ടിയിട്ട് പറഞ്ഞു, അവന് രോഗസൗഖ്യമല്ല വേണ്ടത്, എനിക്ക് വല്ലതും തരണേ. ആ കുഞ്ഞുങ്ങൾ മുട്ടുമടക്കി ആ ചെറുപ്പക്കാരന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, മകനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല, ഒന്ന് ഞങ്ങളുടെ കരങ്ങളിൽ ഇരിപ്പുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വലിയ നാമം അതാ കുഞ്ഞിന്റെ കരങ്ങളിലേക്ക് പകർന്നപ്പോൾ അവന്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ നരയാണികൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ രക്തത്തിന്റെ കൗണ്ടുകൾ ചലിക്കുവാൻ തുടങ്ങി. അവൻ തുള്ളി ചാടി എഴുന്നേറ്റ് ആരാധിച്ചതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ചില കുരുടായ കണ്ണുകൾ, ചില മുടന്തായ കാലുകൾ, ഇനി രോഗസൗഖ്യമില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് വിടുതൽ പകരുക. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ചിലരെ സൗഖ്യമാക്കുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാട്. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. തേജസ് വാരി ഉടുത്തവന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ എല്ലാ അന്ധകാര കെട്ടുകളും, എല്ലാ ദൂട്ടന്റെ പോരുകൾ, എല്ലാ നാമധേയ ബന്ധനങ്ങൾ ഇന്ന് രാത്രി, എല്ലാ മന്ത്ര തന്ത്രവാദ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയായി മാറട്ടെ. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. യഹോവയുടെ ശബ്ദം കാദേശ് മരുഭൂമിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുടങ്ങുന്നു. ആ ദിവ്യ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുമെങ്കിൽ ഇന്ന് രാത്രി ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി കാനക്കോട് ജീവന്റെ വചനവും ആരാധനയും വെളിപ്പെടുമോ. ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ഇന്ന് രാത്രി ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക. തകർന്ന കുടുംബജീവിതങ്ങൾ ഇന്ന് രാത്രി യേശുവിന് വേണ്ടി കരം ഉയർത്തുക. പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രി ആത്മഹത്യ കൊതിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തിനകത്ത് മഹിമയുടെ കരം വെളിപ്പെട്ട് നാഥന രക്ഷകനായി സ്വീകരിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേർ ചേർത്തപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരങ്ങൾ, എല്ലാ ദൂട്ടന്റെ പോരുകൾ, എല്ലാ ബന്ധനങ്ങൾ, ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ് മരുഭൂ പ്രയാണത്തിൽ 1000 പട്ടുവീണപ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ പാളയം രക്ഷ പ്രാപിച്ചതുപോലെ പെനിയേൽ വർഷിപ്പ് സെന്ററിന്റെ 2ാമത് കൺവെൻഷൻ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുമ്പോൾ ആ വചനവും ആരാധനയും കണ്ടലേഖം രക്ഷ പ്രാപിപ്പാൻ ദേശത്തൊരു ആത്മീയ ഉണർവുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് കാത്തുകൊള്ളണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ധരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി കടന്നു വന്ന മക്കളെല്ലാം തിരുക്കരത്താൽ അനുഗ്രഹിക്കപ്പെടണം. ദേശത്ത് മഴ ആവശ്യം. പ്രിയ പിതാവേ, 6 മുതൽ 10 വരെ ഈ ദേശത്ത് ഒരു മഴ വരാതെ കർത്താവ് ഇന്ന് രാത്രി കാത്തതിനായി നന്ദി. നാളെയും അങ്ങയുടെ തിരുക്കരം വെളിപ്പെടുന്നതിനായി നന്ദി. ഈ രാത്രി വിടുതലോടെ കുഞ്ഞുങ്ങളെ മടക്കി വിട്. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഉണർവോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഞങ്ങളുടെ സഹകരണത്തിന് നന്ദി. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കുക. ഇന്നെല്ലാത്തിരി ചുള്ളിവതുപോലെ 31,173 വാക്യങ്ങൾ ബൈബിൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ. പുതിയ നിയമത്തിനകത്ത് 5 തലങ്ങളുണ്ട്. അതിലൊന്ന് സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള 4 ഭാഗങ്ങൾ വർണ്ണിക്കുന്നത് സുവിശേഷം. 2 സഭയുടെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തികൾ, ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തി. 3 തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിന്റെ ഊഴനിഷത്തുകൾ ലേഖകന്മാരാൽ റോമ, കോരിന്ത്യ, തെസലോനിക്ക, തിമത്തിയോസ്, എബ്രായർ, എഫേസ്യർ, കൊലോസിയർ, തീത്തോസ് ഇതെല്ലാം എഴുതി കൊടുത്തു. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയെ പറ്റി. അത് കഴിഞ്ഞ് 4ാം തലം ചെറിയ ലേഖനങ്ങൾ, 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അത് കഴിഞ്ഞ് ഫിലോമോൻ, യാക്കോബ്, യൂദയെല്ലാം ചെറിയ ലേഖനങ്ങൾ. അതിന്റെ പ്രത്യേകത വരാനിരിക്കുന്ന കാലം, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇവിടെ ഉപദേശ
ഉപദേശത്തിൽ നിന്ന് പട്ടുപോകുന്നവരുടെ ന്യായവിധിയെല്ലാം രേഖപ്പെടുത്തി യാക്കോബ് അവസാനിക്കുമ്പോൾ അവസാനമായി ഒരു ലേഖകാരൻ വരുന്നത്, അവന്റെ പേരാ യൂദ. പലരും വിചാരിക്കും യൂദ എന്താ സ്വോത്രം, അവൻ കാൽവറിയിൽ നിന്ന് സ്വോത്രം വെള്ളിക്കാശ് അടിച്ചു മാറ്റി കെട്ടി തൂങ്ങിയെങ്കിലും ഒരു ലേഖനം എഴുതിയെന്ന്. ആ യൂദയല്ല ഈ യൂദ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. യേശുക്രിസ്തുവിന് 2 അർദ്ധ സഹോദരന്മാരുണ്ടായിരുന്നു, മറിയാമ്മച്ചിയുടെ 2 തലമുറകളൊന്ന് യാക്കോബും അടുത്തത് യൂദയും. യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനായ യൂദയ ലേഖനം എഴുതിയത്. അവൻ ഇങ്ങനെ വരാൻ പോകുന്ന കാലത്തെ പറ്റി എഴുതി. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അരുമயான பாடலை பாடுന്ന കൊളുവിനാൽ இந்த மற்ற സ്റ്റേജുക്കുള്ള പാടുവതൊരു അരുമயான പാടൽ പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനുശേഷം വീണ്ടും യൂദ എഴുതിയിട്ടുണ്ട്, ദൈവസഭയ്ക്കകത്ത് ചിലർ നുഴഞ്ഞ് കയറും. അതിന്ന് കാട്ടാക്കടയിൽ എല്ലായിടത്തും നുഴഞ്ഞു കയറിയിരിക്കുക. കർത്താവിന്റെ വരവ് പ്രസംഗിക്കത്തില്ല, രക്ഷ പ്രസംഗിക്കത്തില്ല, മാനസാന്തരം പ്രസംഗിക്കത്തില്ല, നിത്യത പ്രസംഗിക്കത്തില്ല, മരണാനന്തര ജീവിതം പ്രസംഗിക്കാതെ മറ്റൊരു യേശുവിനെ സർപ്പം കൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ മറ്റൊരു യേശുവിനെ വരച്ചു കാട്ടുന്ന അനേക ഉപദേശമാർ അന്ത്യകാലത്ത് എഴുതുകെട്ടും. ഭക്തികെട്ട പ്രപഞ്ചത്തിന്റെ ഭോഗമുള്ളവർ ദൈവസഭയിൽ നുഴഞ്ഞു കയറുമെന്ന് യൂദ. അത് കഴിഞ്ഞിട്ട് വീണ്ടും യൂദ എഴുതി, വീഴാതിരിപ്പാൻ. കോവിഡ് കണ്ടപ്പോഴേ ഞങ്ങൾ പലരും വീണുകൊണ്ടിരിക്കുക. ഇനി അവന്റെ ചുവട്ടം മങ്കി പോക്സ് വരുന്നുണ്ട്, എംപോക്സ്. മങ്കി എന്ന് വിളിക്കാൻ പേടിയായോണ്ട് പത്രക്കാർ എംപോക്സ് എന്നെഴുതുന്ന സ്വോത്രം. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചത്. കൈക്കകത്ത് തൊക്കിനകത്ത് റിയാക്ഷൻ വന്നുകൊണ്ട് മനുഷ്യൻ മരിക്കും. ലോകരാജ്യങ്ങൾ മുഴുവൻ എംപോക്സ്. അത് കഴിഞ്ഞ് ഷിഗല്ല വരുന്നു. അത് കഴിഞ്ഞ് ക്രോമിയം, ബെർലിയം, ബൈറേഷ്യം വരുന്നു. നെയ്യാറ്റിൻകര കോളറ, തിരുവനന്തപുരം ജില്ലയിലെ അമീബ. ഇതെല്ലാം മുന്നറിയിപ്പ്. DMO വെള്ളം കലക്കി കുടിക്കണം, ഇതെല്ലാം ചൂടാക്കണം. ഇതെല്ലാം വലിയ പ്രസംഗങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഈ ഉപദേശിമാർ ഞങ്ങളും പുറകോട്ട്, വിശ്വാസികളും ദൈവസഭയെ വരത്തില്ല. അത് കണ്ടിട്ട് യൂദ, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുക. ഈ തിരുവചനം ഏറ്റെടുത്ത കുഞ്ഞുങ്ങൾ പ്രകൃതിക്ഷോഭവും വയനാടും പുത്തുമലയും പെട്ടിപ്പാറയും ഒക്കെ ഇടിഞ്ഞാൽ അവർ ഇങ്ങനെ സ്വർഗമുഖത്തേക്ക് മങ്കി പോക്സ് അടിച്ചാലും പറയും, ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂദായോട് സ്വർഗം പറഞ്ഞതാ, ഇതാ ഞാൻ ആ വെളിപ്പാടിൽ പത്മോസിൽ യോഹന്നാനോട് പറയുന്നു, കുഞ്ഞുങ്ങളെ ഭാരപ്പെടണ്ട, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ മുട്ടുമടക്കട്ടെ, കാനക്കോട് നീതിമാൻ കണ്ണുനീരോടെ കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇതാ അന്ത്യദിനത്തിന്റെ പ്രഭാഷണങ്ങൾ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഇന്നലെ രാത്രി 7:30 കാൽവരിയുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവൻ ക്രൂശിൽ പരമയാഗമായി തീർന്നു. അതിനുശേഷം റോമിന്റെ ഭരണകൂടങ്ങൾ, ഹെരോദാവും പീലാത്തോസും അവർ ചെയ്ത കാര്യം, 37 കാലഘട്ടത്തിനകത്ത് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിൽ മുഖ്യ പ്രമാണിയായിരുന്നു ആരാ? ശൗൽ. ശൗലിന്റെ പ്രത്യേകത, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ എബ്രാവ്, കപ്പൽ മുതലാളിയുടെ മകൻ കീശയ്ക്കകത്ത് കാശ്, പടപടാ കൽപ്പനകൾ പ്രകാരം പോവാ. ആരെ ആദ്യം തട്ടിയത്? അനന്യാസിനെ. ആദ്യം കൊള്ളുന്നത് സ്തെഫാനോസിനെ. ആ ഭാഗത്ത് ഒരു നല്ല ഭാഗമുണ്ട്, ഇപ്പോഴും ഓർമ്മ വരുന്നു. നല്ല എറികളെല്ലാം വന്നു. സ്തെഫാനോസ് നാട്ടുകാരെ വീട്ടുകാരെ നോക്കിയില്ല, എറി കൊണ്ട് വീണപ്പോൾ ഉയരത്തിലേക്ക് നോക്കി. സ്വർഗത്തിന്റെ കിളിവാതിൽ അവന്റെ മുൻപിൽ തുറന്നു. സ്തെഫാനോസിനോട് സ്വർഗം ആത്മാവിൽ കൽപ്പിച്ചു, എറി അവിടെ കിട്ടട്ടെ, കൈപ്പണി അല്ലാത്തൊരു നിത്യഭവനത്തിലേക്ക് നീ കടന്നു വരാൻ പോകുന്നു. അതാ സ്തെഫാനോസിന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് സ്വർഗം തുറന്നു. അതുകൊണ്ട് തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കരമുയർത്തുന്നവർക്കായി നീ ഓടിയതിനും അധ്വാനിച്ചതിനും കല്ലേറ് കൊണ്ടതിന് പ്രതിഫലവുമായി എന്റെ നാഥൻ മധ്യാകാശത്തിൽ. ഹല്ലേലൂയ. പ്രത്യാശയുടെ പൊൻകിരണം അവിടെ തന്നെ സുവിശേഷങ്ങളിൽ വരച്ചു കാണിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ടാർഗറ്റ് അനന്യാസിനെ കൊല്ലുവാൻ പത്രമൊക്കെ മേടിച്ചു. ഹല്ലേലൂയ. കളക്ടർ ഓർഡറൊക്കെ മേടിച്ചു. കാട്ടാക്കടയിൽ തിരുവനന്തപുരത്ത് വന്നുള്ള സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കോസിൽ നിന്ന് പടാവട ഉച്ചയ്ക്ക് പോവുക. കൂടെ ആൾക്കാരും വീട്ടുകാരും നാട്ടുകാരും പണം ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഉണ്ട്. നാട്ടുകാരോട് പറഞ്ഞ് അടുത്തത് അനന്യാസിനെ അവനെ തട്ടിയിട്ട് ഇന്ന് ഞാൻ വരത്തോളൂ. പടപട ടക്ക കുതിരയുടെ കുളമ്പടിയോടെ പോകുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ട്, ശൗലേ ശൗലേ, നീ ആരെയായി ഉപദ്രവിക്കുന്നത്? അപ്പം പിന്നെ കുതിരയുടെ കടിഞ്ഞാണ് ബ്രേക്ക് പിടിച്ചു. അങ്ങ് ആരാകുന്നെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ, ഞാൻ കർത്താവാ. അങ്ങ് ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചത് സ്വർഗത്തിന്റെ ഒരു ലൈറ്റ് കുതിരയുടെ മേളിലും ശൗലിന്റെ മേളിലും ഇറങ്ങി. ഇതാ കിടക്കുന്ന കുതിരയും വീണ് ശൗലും വീണ് ദിം ധരിക്കണതോ. സകല നെകളികളെയും അടിച്ചിടുവാൻ കർത്താവിന് AK-47 വേണ്ട. ഒറ്റ ടോർച്ച് അടിച്ചാൽ നീ താഴെ വീഴും കേട്ടോ. ദൈവത്തിന്റെ ന്യായവിധി ഇതാ. സ്വോത്രം. പട്ടാപ്പകൽ പടപട കുതിരയ്ക്കകത്ത് കീശെ കാശ്, പോലീസ് മേധാവികളുടെ നമ്പരും സകലരുടെ പൈസ. കപ്പൽ മുതലാളിയുടെ മകന. അവനെ വീഴ്ത്താൻ ഒറ്റ സെക്കൻഡ് മതി കണ്ടു. നിഗളിക്കുന്ന സകലരെയും കൈകാര്യം ചെയ്യുവാൻ സർവശക്തനായ കർത്താവിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. സ്വോത്രം. ആരും അത് മിണ്ടത്തില്ല.
യവൻ വീണപ്പം പിന്നെ ബാക്കിയുള്ളവരെല്ലാം സ്ഥലം വിട്ട്. പിന്നെ ഇവിടുന്ന് ഒരു 108 ആംബുലൻസ് വന്ന്. എന്തായാലും അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു. നേർവീതിയിൽ തർശോശുകാരനായ യൂദയുടെ വീട്ടിൽ കൊണ്ടുപോയി. അതൊരു പ്രയർ ഹാളായിരുന്നു. അവിടെ ചെന്നിട്ട് ശൗല് പറഞ്ഞൊരു കാര്യമുണ്ട്, കട്ടൻ കാപ്പി എന്നാൽ മതി, ഞാനൊരു ഉപവാസം പ്രഖ്യാപിക്കുക, പോസ്റ്ററൊന്നും ഒട്ടിക്കേണ്ട, 3 ദിവസത്തെ ഉപവാസം. എല്ലാം കൂടെ അവനെ പായ്ക്കകത്ത് കിടത്തി. അവൻ കരയാൻ തുടങ്ങി. അവൻ്റെ കണ്ണുനീര് സ്വർഗം കണ്ടു. സ്വർഗം കണ്ടപ്പോൾ അനന്യാസിന് പെട്ടെന്നൊരു വാട്സപ്പ് അടിച്ചു. അനന്യാസ്, നമ്മുടെ നേർവേദിയിൽ യൂദായുടെ വീട്ടിൽ നമ്മുടെ ശൗല് പോയിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുക, നീ അവിടെ ചെല്ലണം. അവൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചൊരു ഒരു വരി പാടി അവൻ്റെ കണ്ണുനീര് മാറ്റി അവൻ്റെ ആ ചെതുമ്പല് മാറ്റി കൊടുക്കുക. ഉടനെ അനന്യാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്ന് കർത്താവേ, അങ്ങത് പറയരുത്. നമ്മുടെ കൺവെൻഷൻ പോസ്റ്റിനകത്ത് അവൻ കരിയായിലടിച്ചതിനാ, എനിക്ക് വേണ്ടി എത്ര ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടവനാണെന്നറിയാമോ? സ്വോത്രം. നമ്മുടെ പള്ളിക്കെതിരെ അപവാദം പറഞ്ഞവനാ. പറ്റുമെങ്കിൽ 1 വർഷം അവൻ കണ്ണിന് കാഴ്ചയില്ലാതിരിക്കട്ടെന്ന്. സ്വോത്രം. ഇതാ അനന്യാസ് പറഞ്ഞ. കണ്ടോ ഉപദേശിമാരുടെ സ്വഭാവം എങ്ങനെയായിരിക്കുന്നെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. സ്വോത്രം. ഉപദേശിമാരുടെ സ്വഭാവം പറയുന്ന സ്റ്റേജിലല്ല, സ്ഥലം മാറ്റത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ അവിടെ പോകണം. നിങ്ങളുടെ ഉപദേശിമാരെങ്ങനെ ഇരിക്കുന്നെന്ന് അപ്പം തെളിഞ്ഞു വരും. സ്വോത്രം. അപ്പം സ്ഥലം മാറ്റം, പാസ്റ്റർമാരുടെ സ്ഥലം മാറ്റത്തിന് പോകുമ്പോൾ അവരുടെ ചർച്ച നടക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ടുപോയി. എനിക്ക് സന്തോഷം, നമ്മുടെ അജിയെ, നമ്മുടെ ജോൺ ജേക്കബ് ബ്രദറിനെ കൂടെ അവിടെ കൊണ്ടുപോയി ലൈവ് കൊടുത്ത അന്ന് നിങ്ങൾ പാസ്റ്റർമാരുമായിട്ടുള്ള ബന്ധം അവസാനിക്കും. സ്വോത്രം. അതുകൊണ്ട് അവിടെ അതുപോലായിരുന്നു അനന്യാസ്. അപ്പോൾ സ്വർഗം പറയും, നീ മിണ്ടരുത്. അവൻ കണ്ണീരോടെ കരഞ്ഞുകൊണ്ടിരിക്കുക. പടപട ബുള്ളറ്റ് എടുക്കാൻ പറഞ്ഞു. നേരെ ബുള്ളറ്റ് എടുത്ത് നേരെ എവിടെ ചെന്നെന്നറിയാമോ? നമ്മുടെ നേർവേദിയിൽ തർശൂഷുകാരനെ യൂദയുടെ വീട്ടിൽ ചെന്ന് ശൗലിൻ്റെ അടുത്ത് ചെന്ന് ശൗലിനെ വിളിച്ചിട്ട് ഒറ്റ വിളിയാ വിളിച്ചത്, ശൗലേ സഹോദര, 3 ദിവസം മുമ്പ് വടിവാളുമായിട്ട് കാട്ടാക്കട വെട്ടാൻ വന്ന പുള്ളിക്കാരൻ്റെ തലയിൽ കൈവച്ചിട്ട് അനന്യാസ് വിളിക്കുന്ന വിളിയാ, ശൗലേ സഹോദര. ഇതാ മക്കളെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ? ഉടനെ പറഞ്ഞ്, നീ ഭാരപ്പെടേണ്ട, എന്തായാലും വെടിവെക്കാൻ വന്നതാ, കുഴപ്പമൊന്നുമില്ല. കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ട് ഒറ്റ പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തിൽ നല്ല അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ അന്യഭാഷ ഒരു പാട്ട് പാടി നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ പെതിയ ശൗലിൻ്റെ കണ്ണിൽ ഈ ചെതുമ്പല് താഴെ വീണ്. അയ്യോ, ഇന്ന് കണ്ണിൽ നിന്ന് ചെതുമ്പല് വീണാൽ 4 ക്യാമറക്കാർ കൂടെ നിൽക്കും. സ്വോത്രം. മന്ന നിൽക്കും, ഹാർവസ്റ്റ് നിൽക്കും, പവർ വിഷൻ നിൽക്കും, റെഡ് ബി നിൽക്കും. ഉടനെ ശൗലിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യയോട് ചോദിക്കും, അച്ഛൻ എത്ര നാളായി കാഴ്ച ഇല്ലാതിരുന്നു? അത് കഴിഞ്ഞിട്ട് കണ്ണ് ഹോസ്പിറ്റലിൽ വാസനായി കയറെന്ത് പറഞ്ഞു? ആടരെ അമ്മ പറയും, ഇനി കാഴ്ച കിട്ടത്തില്ലെന്ന്. സ്വോത്രം. ഉടനെ ചോദിക്കുക, നമ്മുടെ ആരാധന കണ്ണാശുപത്രി കരമനക്കാരെന്തോ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ലേസർ കാഴ്ച കിട്ടത്തില്ലെന്ന് പറഞ്ഞു. കണ്ടു, പടമെടുത്താട്ടെ, മെഡിക്കൽ റിപ്പോർട്ട് ഇതാ കാണിച്ചാട്ടെ. എല്ലാവരും വേണമെങ്കിൽ എവിടെന്നെങ്കിലും വിലയ്ക്ക് കൊടുത്തൊരു ഡോക്ടറെയും കൊണ്ടുവരും. അതേ ഇംഗ്ലീഷ് വായിക്കും, ഡു നോട്ട് സീ ഓപ്പൺ യുവർ ഐസ്, ഇനി കർത്താവ് ഇത് തുറക്കത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് എഴുതി. അന്നേരം ഞങ്ങൾ ഒരു പിരിവ് നടത്തും. സ്വോത്രം. ഇന്നത്തെ ഉപദേശിമാരാതാ. സ്വോത്രം. പക്ഷെ കാഴ്ച ലഭിച്ച ശൗൽ ഒരു ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ പോയില്ല. അനന്യാസിനോട് ചോദിച്ചു, കുഞ്ഞെ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. അടുത്തത് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അടുത്തത് നീ എന്ത് ചെയ്യണം? അനുദപിക്കണം. അടുത്തത് നീ എന്ത് ചെയ്യണം? മണ്ഡപത്തിൽ കടവി കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം? കാത്തിരുന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കണം. അത് കഴിഞ്ഞ് നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിന്നെ ചേർക്കാൻ ആ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത് കരമുയർത്തുന്നവർക്ക്. ഇതിന്റെ പേരാ കൺവെൻഷൻ. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ടിവിയുടെ മുമ്പിൽ നിൽക്കുന്നതല്ല, അതൊക്കെ പിന്നത്തെ കാര്യം. അങ്ങനെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നവനെ ചേർക്കാൻ ആ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത്. ശൗൽ നിരന്തരം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു. തിരുവചനത്തിലെ 14 ലേഖനങ്ങൾ അവൻ എഴുതി. അതാ പൗലോസിന്റെ പ്രത്യേകത. അവന്റെ മരണം എവിടെയാണ്? കാട്ടാക്കടക്കാരും മണ്ഡപത്തിൻകാരും ആരും അറിയത്തില്ല. അവൻ റോമിന്റെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. അവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹപാഠിയായിരുന്നു. അവൻ്റെ കൂടെ നടന്നവൻ തിമത്യോസിൻ്റെ കൂടെ വേറെ ഒനേമിയോസ്, ഒത്തിരി പേര് ഈ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തിമത്യോസ് ഇപ്പം സെക്കൻഡ് പാസ്, കുഞ്ഞു പാസ്. അദ്ദേഹം ഇവിടെ പാറശാല അതിനപ്പുറത്ത് മാർത്താണ്ഡ കുഴിത്തുറയൊക്കെ പോയിരിക്കുക. അപ്പം പുള്ളി സ്തോത്രം രഘുലേഖ കൊടുക്കാൻ പോയി. പൗലോസിന് രക്ഷയില്ല. ഇവനെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ കിടത്തിരിക്കുക. ഒരു ദിവസം വന്നിട്ട് കാരാഗ്രഹത്തിൻ്റെ പ്രമാണി പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ ഞായറാഴ്ചയാ, നിന്നെ കൊണ്ടുപോയി ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുപോയി എവിടാ ബില്ലിനകത്ത് തടിക്ക് വാളിറക്കുന്ന പോലെ അറുത്തു മാറ്റുമെന്ന്. പല അറബ് രാജ്യങ്ങളിൽ ശിക്ഷ കൊടുക്കുന്ന പോലെ പ്രാർത്ഥന കഴിഞ്ഞ് തലയിറക്കുന്നത് പോലെ പീഠത്തിൽ വെച്ച് തലയിറക്കുമെന്ന്. ആകെ പൗലോസിനൊരു വേദന. ഈ തിമത്യോസ് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് ട്രാക്ടറൊക്കെ കൊടുത്ത് വരുമ്പോൾ എന്നെ കാണത്തില്ല, യവന്മാരോട്ട് ഒരു വാക്കും പറയത്തില്ല. അന്ന് പേനയും പേപ്പറുമില്ല. ജയിലിനകത്ത് കൊടുക്കുന്നത് ചിരട്ടയ്ക്കകത്ത് വെള്ളം. എവിടുന്നോ കിട്ടിയ ഒരു കരിക്കട്ട എടുത്തിട്ട് ജയിലിന്റെ ഭിത്തിയിൽ പൗലോസ് ഒരു വാക്യം എഴുതി. പല പെന്തിക്കോസുകാർക്കും അറിയത്തില്ല. അദ്ദേഹം എഴുതിയൊരു വാക്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തിമത്യോസെ മടങ്ങി
മടങ്ങി വരുമ്പോൾ എന്നെ നീ കണ്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നമുക്ക് വേണ്ടി പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ നീതിയുടെ കിരീടവുമായി വെളിപ്പെടും. ഇതാ ഇന്ന് രാത്രി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കാഷ്ടം സാരമില്ല. ഇത് കേൾക്കണം. പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയ്ക്കകത്ത് പെട്ടപ്പെട്ട കൈകാലുകൾ ബന്ധിച്ച് മില്ലിനകത്ത് വാളറക്കുന്നത് പോലെ അവന്റെ കഴുത്തിനകത്ത് കണ്ണം കണ്ണമായി അറുത്തു വീണപ്പോൾ തല തെറിച്ചു മാറിയപ്പോൾ ജോസീബസ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിന്റെ പോളിന്റെ നാവ് ചലിച്ചെന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഇതാ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അതിനുശേഷം യാക്കോബിനെ തല വെട്ടി മാറ്റി. അടുത്തത് പത്രോസിലേക്കായ നേരെ ക്രൂശിക്കാൻ കൊണ്ടുവന്ന് പത്രോസ് റോമനോട് പറഞ്ഞു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, തലകീഴായി ക്രൂശിച്ചു. അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്ന മിഷണറിയായ തോമസ് അപ്പോസ്തലൻ AD 72 അദ്ദേഹവും മൈലാപ്പൂരിൽ നിന്ന് വധിക്കപ്പെട്ടു. ഈ മരണമെല്ലാം കാണുമ്പോൾ ഒരുവൻ യാത്രയാകുന്നു. അവന്റെ പേര് കാൽവറി ദർശനം കണ്ട യോഹന്നാൻ. AD 64 അവൻ തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക് പോയി. അവിടെ ചെന്ന് ആസിയയിലെ 7 സഭകൾ ഉണ്ടാക്കി. എഫെസോസും ലവോദിക്കയും സ്മർണയും ദുദയൂരയും പെർഗമോസും സർദീസും ഫിലാദൽഫിയ സഭ. പ്രായം മുന്നോട്ട് പോയി സെന്ററിന്റെ സുബചല പോലെ പ്രായം ചെന്ന് 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചൻ. അപ്പോഴത്തേക്ക് ഭരണകൂടം പടപടാ മാറി. ഹേരോദാവ്, പീലാത്തോസ്, അതിനുശേഷം വരുന്നു ബെസ്വേഷ്, റോമാ നഗരം ചുട്ടരിച്ച നീറോ, ഇസ്രായേലിലെ ആലയം തകർത്ത ടൈറ്റസ്, ലൗദിയോസ്, ക്ലൗഡിയോസ്, ബൈബിളും ലോകഭരണവും. ആ AD 90 ഒരുവൻ വന്ന് ഡൊമേഷ്. അവൻ ചോദിച്ചൊരു കാര്യമുണ്ട്, തച്ചന്റെ മകൻ യേശു രക്ഷകനെന്നോ നിത്യതയുടെ വചനമെന്നോ ജീവന്റെ മൊഴിമുത്തെന്ന് പറയാതെ തച്ചന്റെ മകന്റെ വചനം പറയുന്ന ആരെങ്കിലും നമ്മുടെ ഭരണത്തിലുണ്ടോ? അവൻ പറഞ്ഞു, സാറേ എല്ലാവരെയും കൊന്നൊരു വല്യപ്പൻ കിടപ്പുണ്ട്. എവിടെ കിടപ്പുണ്ട്? അദ്ദേഹം കിടക്കുന്ന ഏഷ്യാമൈനിലെ എഫെസോസിൽ. എന്നാൽ ഒരു കാര്യം ചെയ്തു, ഒരു താളിയോലയ്ക്കകത്ത് തിരുത്താണി കൊണ്ട് എഴുതുന്നത് കൊടുത്തു. അതിനകത്ത് എഴുതി കൊടുത്തൊരു കാര്യമുണ്ട്, ഇവന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുക. ഇന്ന് വൈകിവേളയിൽ നിങ്ങൾ കേൾക്കണം. രാവിലെ 4:30 മണിക്ക് പ്രാർത്ഥന തുടങ്ങി 5:30 മണിയായപ്പോൾ ഓ ഹല്ലേലൂയ, തോറയും തനാക്കുമല്ലോ മോശയുടെ ന്യായപ്രമാണം എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചന്റെ അടുത്ത് ലോകചരിത്രം. 6 കുതിരകൾ, 12 പടയാളികൾ വന്നു. വയോധികന്റെ കൈകാലുകൾ ബന്ധിച്ച് അപ്പച്ചൻ വിങ്ങി പൊട്ടിപ്പോയി. ആരും സഭയ്ക്കകത്തില്ല. ഒരു വാക്ക് പറയാൻ ഡീക്കന്മാരോ കപ്പ്യാരന്മാരോ കമ്മിറ്റിക്കാരോ ഇല്ല. അപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, ഇന്ന് താങ്കളുടെ അന്ത്യവ കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറി കൊല്ലുവാൻ പോവുകയാ. അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയി? കാരാഗ്രഹത്തിനകത്ത് അനുമയാനെ ഒരു മേശക്കുള്ളവരെ കിടത്തി കൈകാലുകൾ ബന്ധിച്ചു. 6:30 മുഖാവരണം ധരിപ്പിച്ചു. ക്യാൻസറിന് റേഡിയോ തെറാപ്പി ചെയ്യുന്നതിന് മുമ്പ് മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തു. ശരീരത്തിൽ ചെറിയ വേദന. 7 മണിക്ക് പച്ച മനുഷ്യന്റെ ശരീരത്ത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനകത്ത് ചാട്ടവാറ് അഥവാ ഈയക്കട്ടയും വാളച്ചൂണ്ടയുമായി ഒരുവൻ കാൽവറിയുടെ കൊലക്കളത്തിൽ യേശുവിനെ അടിച്ചു തകർത്തു. അവന്റെ പേര് ചരിത്രം രേഖപ്പെടുത്തുന്നു തങ്കത്താളുകൾ പെരിട്ടോണിയസ്, റോമിന്റെ പടയാളി. അവന്റെ കുടുംബത്തിലുള്ള ഒരുവനാ ഈ റോമിന്റെ വേറൊരു പടയാളിയായി യുദ്ധ കുറ്റവാളികളെ ശിക്ഷ വിധിക്കുന്നത്. അവൻ വാളുമായിട്ട് വന്നു. ആകെ മിണ്ടാതെ കിടക്കുന്ന യോഹന്നാൻ, തല മൂടി വെച്ചിരിക്കുന്ന യോഹന്നാൻ വയോധികന്റെ ശരീരത്ത് പതിയെ കീറുവാൻ തുടങ്ങി. കീറിക്കഴിഞ്ഞപ്പോൾ താഴോട്ട് കീറാൻ തുടങ്ങിയപ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നു, രക്തം പുറത്തു വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് പിടികിട്ടി ഇവനെ കൊല്ലാൻ കഴിയത്തില്ല. വാളവിടെ വലിച്ചെറിഞ്ഞിട്ട് പടയാളികളോട് പറഞ്ഞു, കുഞ്ഞുങ്ങള് ഈ വയോധികനെ കൊണ്ടുവന്ന സ്ഥലത്ത് കൊണ്ടുപോയി തിരികെ വിട്ടേക്കുക. പടയാളികൾ ഞെട്ടിപ്പോയി. അപ്പൊ പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്തുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ മരിച്ചില്ല? അപ്പച്ചാമ്മച്ചി സാഹചര്യം പ്രതികൂലമായിരിക്കും, സഹായിക്കാൻ ആരും കാണാതെ ഇരിക്കും. നീ മരിക്കുമെന്ന് ലോകം പറയും, നിനക്കെതിരെ വിധിയെഴുത്തുകൾ പലതും ഉണ്ടാകും. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞ കാൽവറി ദർശനം കണ്ടവനെ തകർക്കുക. ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവനെ തകർക്കുക. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കുക. ഇന്ന് രാത്രി അഭിഷേകമുള്ളവനെ തകർക്കുക. മുട്ടുമടക്കി ആരാധിക്കുന്നവനെ തകർക്കുക. ഇന്ന് രാത്രി ഒരു റോമന്റെ വാളിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ആയുസിനെതിരെ നോട്ടമിടുന്ന അന്ധകാര ശക്തികളെ പുകയ്ക്കുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഓപ്പറേഷൻ തിയേറ്റർ പറയൂ, നിന്റെ ഡെഡ് ബോഡിയാ പുറത്തു വരുന്നത്. RCCയിലെ ഡോക്ടർ പറയും 3 മാസമേ കാലാവധിയുള്ളൂ. നിംസ് മെഡിസിറ്റിയിലെ സർജൻ പറയൂ, ഹൃദയം തീരാറായി 6 മാസത്തിനകം അപ്പച്ചൻ തീര്. എന്നാൽ ഇന്ന് രാത്രി ആര് കരമുയർത്തി പറയൂ, കഷ്ടതയുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ ഞാൻ മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചപ്പോൾ, എന്റെ സഭയ്ക്കകത്ത് ഞാൻ നിലവിളിച്ചപ്പോൾ, രാവും പകലും പ്രാർത്ഥിച്ചപ്പോൾ, എന്റെ ബൈബിളിനകത്ത് കുറിവാക്യം പ്രവചനമായി എഴുതി വെച്ചപ്പോൾ, ദൈവദാസന്മാർ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ, ആത്മീയ ദൂതുകൾ ഞാൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കേട്ടപ്പോൾ, അതിന്റെ മറുപടി എന്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. Something is happened in this moment, the precious moment. ആരിന്ന് രാത്രി കരമുയർത്ത്, പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോകൂ, കുന്നുകൾ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ നീങ്ങിപ്പോകൂ. എന്നാൽ ഇന്ന് രാത്രി കാനക്കോട് നിന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ, പ്ലാവൂരിൽ നിന്നെ
വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി നിന്നെ വിട്ടു പോകുകയില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ക്യാൻസർ അല്ല വലുത്, അതിന്റെ അപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവാ വലുത്. ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്, അതിന്റെ അപ്പുറത്ത് കല്ലറയെ പൊട്ടിച്ച് 3-ാം ദിവസം റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രകളെ തകർത്തവർ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാണ്. കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും, രോഗശക്തികൾ നിനക്കെതിരെ പോരാടിയാലും, ഇന്ന് രാത്രി സിസ്റ്റർ വിളിച്ചു പറ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാര ഇന്ന് രാത്രി വിളിച്ചു പറ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അപ്പച്ച ഇന്ന് രാത്രി വിളിച്ചു പറ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അമ്മച്ചി ഇന്ന് രാത്രി വിളിച്ചു പറ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവ, സൂര്യനെ ചന്ദ്രനെ അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവ, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ആകാശ ഗ്രഹങ്ങളെ വെച്ച ദൈവ, സോംപൂർ ഗാലക്സിക്കകത്ത് ആകാശ പാറകളെ വെച്ച ദൈവ, അവൻ അറിയാതെ കാനക്കോടന്റെ തലയിൽ ഒരു മുടിനാര് പോലും വീഴുവാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, അഭിഷേകത്തിന്റെ കൃപ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക്, ഒരു രോഗം നിന്നെ തളർത്തുക, ഒരു വ്യാധി നിന്നെ തളർത്തുക ഇന്ന് രാത്രി പദ്ധതി വെച്ചാൽ അതിന്റെ നടുവിൽ ഒരുവന്റെ കരം ഇന്ന് രാത്രി എന്റെ മേലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി കരം ഉയർത്തുന്നവർക്കായി അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അത്ഭുത രോഗശാന്തിയുടെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ തളരുകയില്ല, ഞാൻ പതറുകയില്ല. എന്റെ കുടുംബം തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈശാനുമൂലൻ എനിക്കെതിരെ ആഞ്ഞടിച്ചാൽ, കൊടുങ്കാറ്റ് എനിക്കെതിരെ വന്നാൽ, പെരുങ്കാറ്റ് എനിക്കെതിരെ വന്നാൽ, എന്റെ പടകിന്റെ അകത്തൊരു നായകനുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അല്പസമയം അവനൊന്ന് മയങ്ങിയാൽ പിന്നത്തതിൽ അവന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി നീ പടകിൽ നിന്ന് ചാടിയാൽ, പത്രോസേ നിന്റെ കൂട്ടുകാർ വിചാരിക്കും നീ വെള്ളത്തിലാകുമെന്ന്. നെവർ നെവർ. നീ ചാടി നോക്കിയാൽ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിക്കുക. കാൽവറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ദാനിയേലേ, സിംഹങ്ങൾ നിനക്കെതിരെ നിന്നാൽ സിംഹക്കുഴിയിൽ നിന്ന് വായടച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുക ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. മോവാബ് വിട്ടിറങ്ങിയ റൂത്ത്, സാഹചര്യം നിനക്ക് പ്രതികൂലമാ. ബോവസിന്റെ വയൽ നീ കണ്ടു കാണത്തില്ല, എന്നാൽ ഇന്ന് രാത്രി കരം ഉയർത്തി ഇറങ്ങുന്ന നിനക്ക് വേണ്ടി ബോവസിന്റെ വയലൊരുക്കുക. സ്വർഗത്തിന്റെ കരം ഇറങ്ങി വന്നെങ്കിൽ പെനിയൽ വാർഷിക കൺവെൻഷൻ 2ാമത് രാത്രി പറഞ്ഞ ആ കരം തളർന്ന കരമല്ല, ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന കരം, പ്രോമിസുകളെ നിവർത്തിക്കുന്ന കരം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. Yes, Lord, the precious moment, the mighty presence of Holy Spirit surrounded in this moment. യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് അവനെ എവിടെ കൊണ്ടുപോയി? അവനെ കൊണ്ടുപോയത് ഹല്ലേലൂയ എഫെസോസ് സഭയിലേക്കാ. രാജാവിന്റെ അടുത്ത് എന്നവർ പറഞ്ഞു, സാറേ ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വെയിറ്റ് ചെയ്യ്, 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷ കൊടുക്കാം. 4-ാം ദിവസം പടയാളികൾ വന്നപ്പോൾ കൊടുത്ത ശിക്ഷയാ. അദ്ദേഹത്തിനെ കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കാരാഗ്രഹത്തിൽ കുട്ടുകത്തിനകത്ത് മുക്കിക്കൊല്ലുവാൻ. ഒരു പ്രഭാതത്തിൽ പടയാളികൾ വന്നു. വയോധികനായ അപ്പച്ചൻ്റെ കൈകാലുകൾ ബന്ധിച്ചു. അപ്പച്ചൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞ്, ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ? ബന്ധുക്കളെ സ്വന്തക്കളെ നല്ല ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ലാസ്റ്റ് ഡേയാ. അപ്പച്ചൻ പറഞ്ഞു, വായിര്, താങ്കളെ കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്ത് മുക്കുവാനുള്ള പദ്ധതിയാണ്. ആ സമയത്ത് അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് ഭാരമില്ല. നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന എഴുതുന്നതിന് മുമ്പ് ഇറാഖിന്റെ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരം ചലിച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ ദുരാശു സമഭൂയിലെ സമബിംബത്തെ വണങ്ങാത്തവരെ തീജ്വാലയ്ക്കകത്ത് വലിച്ചെറിയുവാൻ പദ്ധതി വെച്ചതാ. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ കരമുയർത്തി. ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലുമില്ലെങ്കിൽ രാജാവുണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ല. അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ തീജ്വാലയ്ക്കകത്തിറങ്ങി. ഇന്ന് രാത്രി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന, താമ്ര കതകുകളെ വെട്ടിമാറ്റുന്ന, നിന്റെ പ്രശ്നത്തിന് മുമ്പ് നിനക്ക് മുമ്പായി ദൂതൻ ഇറങ്ങും. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് കരമുയർത്തുമ്പോൾ നിന്റെ പുരയ്ക്കകത്ത് ഒരു വിടുതൽ തരുക. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കതകുകളെ വെട്ടിമാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതന്മാരെ അയച്ച് ദുർഘട പാതകൾ നിരപ്പാക്കുന്ന ദൈവത്തെ
ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടണമെന്ന് ആര് പ്രാർത്ഥിച്ചാലും, ഏത് രാജാവ് നിനക്കെതിരെ കൽപ്പന എഴുതിയാലും, ഒരുപക്ഷെ നിന്റെ മരണം കാണുവാൻ കാട്ടുകാർ കാത്തു നിൽക്കുക, നിന്റെ ഭരണം കാണുവാൻ ഇറാഖിനകത്ത് പലരും കാത്തു നിൽക്കുക. ശദ്രക്കെ മേശക്കെ അബേദ്നെഗോയെ കരം ഉയർത്തിയവന്റെ കരത്തെ പിടിക്കുവാൻ അടകാരകഥ ബൗഡ ഇന്ന് രാത്രി ആത്മാവിൽ ചലിച്ചാട്ടെ. നിന്റെ കരത്തെ പിടിക്കുവാൻ ദൂതൻ ഇറങ്ങുന്ന രാത്രിയാ. ഇന്ന് രാത്രി നീ പുറത്തു വരികയില്ലെന്ന് ലോകം എഴുതി വെക്കുക. സിസ്റ്റർ, ഇന്ന് രാത്രി നാട്ടുകാർ പറയും നിന്റെ കുടുംബത്തിനകത്ത് ശവപ്പെട്ടി വരും, വീട്ടുകാർ പറയും നീ മരണം കാണും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണത്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. 2024 നാളെ സെപ്റ്റംബർ മാസം 1-ാം തീയതി എഴുന്നേൽക്കുമ്പോൾ രാവിലെ തന്നെ കരമുയർത്തി പറയണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. മന്ത്രവാദി എനിക്കെതിരെ പോരാടിയാൽ, ആ വിചാരക്കാരൻ എനിക്കെതിരെ പോരാടിയാൽ, ദുഷ്ടന്റെ സീലുകൾ എനിക്കെതിരെ വന്നാൽ, അതിന്റെ നടുവിൽ ഇന്ന് രാത്രി കരം പിടിച്ച് നടത്തുവാൻ ആദ്യനും അന്ത്യനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അടിമനുഖങ്ങൾ തകരട്ടെ. ഇന്ന് രാത്രി നിന്നെ കെട്ടിയിരിക്കുന്ന അന്ധകാരത്തിന്റെ കത്തുകൾ, നിന്റെ കുടുംബത്തെ കെട്ടിയ മന്ത്രവാദ ചരടുകൾ, നിന്റെ ശരീരത്തിനകത്ത് ബന്ധിച്ചിരിക്കുന്ന ഏലസുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. വിടുതലിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. പോരാട്ടങ്ങളെ മാറ്റുക, പ്രതിബന്ധങ്ങളെ മാറ്റുക. ഇന്ന് രാത്രി anointing power come to the convention. യേശുവിന്റെ കരം ഈ രാത്രി ഇവിടെ ചലിക്കുകയോ. യെസ് ലോർഡ്, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സഹോദരി, നിന്റെ മരണം കാണുവാൻ നാട്ടുകാർ കാക്കും. നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ നിന്റെ രക്തബന്ധങ്ങൾ കാത്തിരിക്കുക. അതിന്റെ നടുവിൽ കരമുയർത്തി പറയണ, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെ പൊന്നുപോലെ പുറത്തെത്തിച്ച ദൈവം എന്റെ പ്രതിസന്ധിയുടെ തീജ്വാലകളിൽ എന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാജാവല്ല വലുത്, രേഖയല്ല വലുത്. നിന്റെ കയ്യിലൊരു പ്രമാണമുണ്ട്. സ്വത്ര ആര് കരമുയർത്തും യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ, ആറ്റരികത്ത് നാട്ടിരിക്കുന്നത്, തക്ക സമയത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുക. ആ വൃക്ഷത്തെ തൊടുവാൻ ഒരു ദൂട്ട പിശാചിന്റെ ശക്തികൾക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. കരമുയർത്തുന്നവർക്കായി ആരൊക്കെ അതിനെ വെട്ടിയാൽ, അതിന്റെ വേർ നിലത്ത് കെട്ടുപോയാൽ, ഇനി കാനക്കോടത് തളിർക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയാൽ, ഇന്ന് രാത്രി കണ്ണീരിന്റെ ഗന്ധം ഈ ആരാധനയ്ക്കകത്ത് ഇറങ്ങിയപ്പോൾ ചില കരിയിലകൾ മാറി നിന്റെ വിത്തിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന്റെ കരം ആത്മാവിൽ ചലിക്കുക. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി കഴിഞ്ഞ നാളുകളായി ദൂട്ട പിശാച് നിന്റെ വളർച്ചയ്ക്കെതിരെ പോരാടിക്കൊണ്ട് നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ചില കരിയിലകൾ വിതറിയെങ്കിൽ, ഇന്ന് രാത്രി ശക്തമായ ഒരു കാറ്റടിക്കുമ്പോൾ, വചനത്തിന്റെ കാറ്റിവിടെ വീശുമ്പോൾ, അഭിഷേകത്തിന്റെ കാറ്റിവിടെ ഇറങ്ങുമ്പോൾ, ആത്മശക്തിയുടെ കാറ്റിവിടെ വ്യാപരിക്കുമ്പോൾ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ പോരാടുന്ന അന്ധകാരത്തിന്റെ കരിയിലകളെ മാറ്റി ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ചില മുളകൾ പൊട്ടുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആത്മാവിൽ ചലിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ കൃപ ഇവിടെ ചലിച്ചു കൊണ്ടിരിക്കുക. സൗഖ്യമാക്കുന്ന ദൈവകരം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നുകൊണ്ടിരിക്കുക. ദൂഷ്ടശക്തികൾ നിനക്കെതിരെ പോരാടുന്ന ശക്തികളുടെ തലകൾ ഇന്ന് രാത്രി സ്വർഗം തകർക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലകളത്തെ തകർത്തുയർത്ത യേശുവിന്റെ നാമ ഈ രണ്ടാമത് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. The power of the word of the God giving a victory tomorrow morning. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി ചില മറുപടികൾ തരുക. ഡിസംബർ മാസം അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഈ ആണ്ടിൽ തന്നെ എന്റെ കുടുംബത്തിനകത്ത് നന്മ കടന്നു വരുക. ഓ റബ 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 അടകാരകത സഗതാരകത ശംദരാധികജാന ബൗഡാരബ. യേശുവിന്റെ നാമത്തിൽ ചില പ്രതിസന്ധികൾ ഈ രാത്രി അഴിയട്ടെ. കൺവെൻഷൻകൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി ഇന്ന് രാത്രി ചില രോഗക്കെട്ടുകൾ മാറട്ടെ. ചില കുടുംബങ്ങൾക്കെതിരെ പോരാടുന്ന ദൂഷ്ടശക്തികളുടെ മേലുള്ള പോരുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റട്ടെ. യഹോവയുടെ നീതിയുടെ കര ഇന്ന് രാത്രി ആര് കരമുയർത്ത്, അവൻ എന്നെ സഹായിക്കുക, ഞാൻ നിന്നെ സഹായിക്കുക. നിന്റെ നീതിയുടെ ബലങ്കര നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വരും. മകളെ, ഇന്ന് രാത്രി കരമുയർത്തി പറ, എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കര ഈ കൺവെൻഷനിൽ എനിക്ക് വേണ്ടി വെളിപ്പെടുക. ഞാൻ നിന്നെ സഹായിക്കുക, ഞാൻ നിന്നെ ശക്തീകരിക്കുക. എന്റെ നീതിയുടെ വലങ്കര ഇന്ന് രാത്രി നിനക്ക് വേണ്ടി
വേണ്ടി വെളിപ്പെട്ടു വരും. ആത്മാവിൽ ഹല്ലേലൂയ പറഞ്ഞാട്ട് നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികൾ ദേശം വിട്ടുമാറട്ടെ. ഇരുളിന്റെ ശക്തികളെ മാറ്റുക. ഇന്ന് രാത്രി നിന്റെ മേലൊരു അമിതബലം ഇറങ്ങി വരുന്ന രാത്രിയാ. അമിതബലമാ ഇന്ന് രാത്രി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിന് പകരും. ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ അഭിഷേകത്തിന്റെ കൃപയെടുത്ത് ഇന്ന് രാത്രി പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അവൻ മിന്നൽ പിണറുകളെ അയക്കും. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാറ്റുന്നു. ഇന്ന് രാത്രി അവന്റെ മിന്നൽ പിണറിന്റെ ശക്തി നിന്റെ സഭയ്ക്ക് ഇറങ്ങുന്ന രാത്രിയാ. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇറങ്ങുന്ന രാത്രിയാ. ചില പുതിയ വഴികൾ പരിശുദ്ധാത്മാവ് തുറക്കുക. Something is happened in this moment. The precious moment, the mighty presence of Holy Spirit surrounded in this area. യേശുവിന്റെ നാമത്തിൽ ചില പുതിയ വഴികൾ, ചില പുതിയ തലങ്ങളിലേക്ക് ദൈവമക്കൾ മാറ്റപ്പെടുന്ന ദിനങ്ങളായി മാറട്ടെ. യെസ്, രാത്രി അവന്റെ മരണം കാണുവാൻ അവർ കാത്തു നിന്നു. മരണത്തിന്റെ നടുവിൽ ഒന്നും സംഭവിച്ചില്ല. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എണ്ണക്കിണറിൽ നിന്ന് അവൻ കരമുയർത്തി. കുഞ്ഞുങ്ങളോട് എറിഞ്ഞ് പുതയ്ക്കാൻ വല്ലതുമുണ്ടോ? സ്തോത്രം. അവിടുന്ന് അവൻ രക്ഷപ്പെടുന്നു. അതിനുശേഷം മൂന്നാമത്തെ ശിക്ഷാവിധിയ അവനെ സ്ഥലം മാറ്റുന്നു. എവിടാ? ഗ്രീസിലെ ഏതൻസിന്റെ അവിടെ ഒരു നദി ഒഴുകുന്ന നൈൽ, അല്ല തേംസ് നദി. 60 മൈൽ 16 കിലോമീറ്റർ നീളം, 10 കിലോമീറ്റർ വീതി. അവിടെയാ പത്മോസ്. 6 മാസത്തിൽ ഒരിക്കൽ യുദ്ധ കുറ്റവാളികളെ നാട് കടത്തുന്ന സ്ഥലം. യോഹന്നാനെ ഒരു പോലീസ് ജീപ്പിനകത്ത് വയോധികനെ കൈകാലുകൾ പിടിച്ച് അതിനകത്ത് ബന്ധിച്ചു കൊണ്ടുപോയി. പത്മോസിന്റെ കാരാഗ്രഹം അവന് വേണ്ടി തുറന്നു. ഗേറ്റുകൾ തുറന്ന് അവനെ അവിടെ തള്ളിയിട്ടിട്ട് കൊണ്ടുവന്നവർ യാത്രയെ. 5 കാര്യങ്ങളാ സഹോദരി. അച്ചായ അവിടെ 5 കാര്യങ്ങളുണ്ട്. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കടുകൻ, മനുഷ്യന്റെ അസ്ഥികഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയൂട്ടിയുടെ ദുർഗന്ധം. അവിടെ കിടക്കുന്നത് മുംബൈ വന്നവരുടെ ഹല്ലേലൂയ അസ്ഥികഷ്ണങ്ങൾ. പിന്നെ പാറക്കൂട്ടമാണ് അവിടെ കാണുന്നത്. യോഹന്നാൻ വിചാരിച്ചു വയോധികൻ തീരാറായി, ഒന്ന് മുട്ടുമടക്കിയേക്കാം. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ എന്ന് രാത്രി നിന്റെ കണ്ണുനീർ കടക്കപ്പായ്ക്കകത്ത് ഇറങ്ങുമോ, അന്ന് രാത്രി സ്വർഗത്തിന്റെ കോപണി എനിക്ക് വേണ്ടി ഇറങ്ങി വരും. കാനക്കോട് ഇന്ന് രാത്രി ദുഷ്ടപിശാചി നടുങ്ങട്ടെ. കരമുയർത്തി പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. പത്മോസിൽ മാത്രമല്ല കാനക്കോടും അവർ പ്രകാശിതരാകും. ഇന്ന് രാത്രി പ്ലാവൂരിൽ വിളിച്ചു പറ, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. യോഹന്നാനെ ഒരു കരം തൊട്ടു. സ്വർഗം തുറന്ന കാഴ്ച. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് മുൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുകളിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു. ആദ്യൻ അന്ത്യൻ ആൽഫാ ഒമേഗ. ആ കരത്തിന്റെ വല്ലഭത്ത് ഹല്ലേലൂയ. ആദ്യനും അന്ത്യന് ആൽഫാ ഒമേഗ. മരണത്തിന്റെ ഈ പാതാളത്തിന്റെ തക്കോൽ എന്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. യോഹന്നാനെ എന്താ പറഞ്ഞെന്നറിയാമോ? നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതി. ആ പുസ്തകമാ ഇന്ന് രാത്രി ചിന്തിക്കുന്ന. എൻ്റെ പേര് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മരം പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. 404 വാക്യം 22 അധ്യായം. കുഞ്ഞു വായിച്ചു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തു. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, സമയമടുത്തു. അതിലെ 13ാമത്തെ അധ്യായമാണ് ഇന്നലെ തുടങ്ങിയത്. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനത്തിൽ എടുക്കപ്പെട്ടു, 13 ലോകം ഒരുവൻ ഭരിക്കും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ഇത് കൃപായുഗം. ദൈവസഭ എടുക്കപ്പെടും കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ ദൈവസഭ. 3 റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, സിറിയ, ഇതെല്ലാം അന്തിമയുദ്ധം. അത് കഴിയുമ്പോൾ ലോകം ഒരുവൻ ഭരിക്കാൻ വരും. അതിനാസ്പദമായി ഇന്നലെ രാത്രി അവനടുക്കൽ മത്തായിൽ കൂടി ഇന്റർനെറ്റിന്റെ സംവിധാനം. ഇന്നവൻ വന്നാൽ മനുഷ്യനെ അവന്റെ കരങ്ങളിൽ കൊണ്ടുവരുന്നു. ചാറ്റ് GPT വിത്ത് AI. അത് കഴിഞ്ഞ് മൈക്രോ ചിപ്പ്. വായിച്ചു തുടങ്ങുന്നു. വെളിപ്പാട് പുസ്തകം 13 11ാമത്തെ വാക്യം. 1-ാം മൃഗം 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമടി. ഇനി 2ാമത്തെ ഭാഗം. 1-ാം മൃഗത്തിന് വേണ്ടി 2-ാം മൃഗം എഴുന്നേറ്റ് വരും. വെളിപ്പാട് 13 11 12 വാക്യങ്ങൾ വായിച്ചിട്ട് മോനെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 1-ാം മൃഗം സമുദ്രത്തിൽ നിന്നാ, സമുദ്ര ജനങ്ങളുടെ ഇടയിൽ നിന്നാ. 2-ാം മൃഗം ഭൂമി. അതിന്റെ അർത്ഥം ഭരണാധികാരികളിൽ നിന്ന് ഒരു സപ്പോർട്ട് അവന് കിട്ടും. അതായി കത്തോലിക്ക സഭ. അവരെ കുറ്റം പറയല്ല. അതുകൊണ്ട് ഈ പോപ്പ് ഒന്നുമല്ല, ആന്റി ക്രൈസ്റ്റ്. ഒരു സപ്പോർട്ട് കിട്ടും. അടുത്തത് ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്ക്. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. 2 കൊമ്പ്. ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 1 2 കൊമ്പ്. 1 മതം, 2 രാഷ്ട്രീയം. കുഞ്ഞാടിന്റെ പ്രത്യേകത അതാ. ഇന്നത്തെ കത്തോലിക്ക സഭ, മറ്റ് സഭകൾ ആരും ഇടപെടുന്നില്ല. ഇസ്രായേലിനോട് പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണം, റഷ്യയോടും പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണം, UN-നോട് പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണം. ഇതാ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. 1 മതത്തെ പിടിക്കും. അതിനാ മലയാളം മതസംഗമം, ഇംഗ്ലീഷിൽ
എക്യൂമെനിക്കൽ കോൺക്ലേവ് അഥവാ മതങ്ങളെ മുഴുവൻ അവിടത്തേക്ക് കൊണ്ടുവരും, ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. ഏക ലോക മതം, അതാ മാർഗദർശനം. അടുത്തത് രാഷ്ട്രീയത്തെ കൈകളിലാക്കും, എവിടെ ചെന്നാലും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ മോഡി സാറിന്റെ കാര്യം, സുരേഷ് ഗോപിയുടെ കാര്യം, ജോർജ് കുര്യന്റെ കാര്യം, ഇതെല്ലാം ഒരു വലിയ അജണ്ടയാണ്, ഒരു ഭരണകൂടത്തിന്റെ അജണ്ടയാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യം, കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അടുത്ത വാക്യം, ഒന്നാമത്തെ വായിച്ചിട്ട് മുന്നേ അടുത്ത വാക്യം, മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ദാ കിടക്കുന്നു, നല്ല വാക്കുകൾ പറയും. അതാ ഇന്നലെ ദാനിയേൽ പ്രവചനം വായിച്ചതുപോലെ നയബുദ്ധിയാൽ അവൻ കാര്യം നടത്തിയെടുക്കും. ഈ 1-ാം മൃഗത്തിന്റെ മുൻപിൽ സകലരെയും നമസ്കരിപ്പാൻ. അടുത്ത വാക്ക്, മഹാസർപ്പം പോലെ അത് 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ സിറിയയിൽ നിന്ന് മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. കിടക്കുന്ന ഇനി യവനെ വണങ്ങണം, 1-ാം മൃഗത്തെ വണങ്ങണം. 1-ാം മൃഗത്തെയല്ല വണങ്ങുന്നത്, മൃഗമുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്, അതിന്റെ പേരാ റോബോട്ട്. പറഞ്ഞു തരാം, ഇതെവിടെ തുടങ്ങി, ഇവിടെ ഒന്നുമല്ല. 1-ാമത്തെ സഭ, 1-ാമത്തെ ശ്രേഷ്ഠ പുരോഹിതൻ, നിങ്ങൾക്കറിയാം, മോശ ദൈവസഭ അടിസ്ഥാനമിട്ടു, കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ഒരു കാര്യം, മോശ ഇടയ്ക്ക് സീനായിൽ പോയപ്പോൾ പർവ്വതത്തിലേക്ക് സ്വർഗം വിളിച്ചപ്പോൾ സഭയുടെ ഉത്തരവാദിത്വം എല്ലാം പാളയത്തിനകത്ത് ആരെ ഏൽപ്പിച്ചു? അഹരോൻ എന്താ ചെയ്തതെന്നറിയാമോ? ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ദൈവമക്കളെ മാറ്റിയിട്ട് അഹരോൻ കാളക്കുട്ടിയെ വാർത്തു, കരമുയർത്തുന്നവർക്കായി. സ്തോത്രം. അവിടെ തുടങ്ങിയതായി സംഭവം കേട്ടോ. മോശ പാളയത്തിനകത്തുനിന്ന് തിരിച്ചിറങ്ങി സീനായിന്ന് വന്നപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടിയവൻ കാളക്കുട്ടി മ്ലേച്ഛബിംബത്തെ വിഗ്രഹത്തിന് മുമ്പിൽ വണങ്ങുന്നു. ഇത് കേട്ടോണം, അത് പഴയ നിയമത്തിന്റെ ആരാധന. അന്ന് മോശ ആകെ കരഞ്ഞുപോയി. സ്വർഗം മോശയോട് പറഞ്ഞടാ, ഇന്നൊരു കാര്യം പറയണം, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരണം. വചനം വായിച്ചവർക്കായി, സഭയിൽ പഠിച്ചവർക്കായി, ലേവ്യരുടെ ഗോത്രത്തിനകത്ത് മോശ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. അന്ന് രാത്രി പാളയത്തിനകത്തൊരു സംഹാരം നടന്നു, വിഗ്രഹാരാധനയും സത്യാരാധനയ്ക്കും വേണ്ടി. അന്ന് എത്ര പേർ പട്ടു വീണു? 3000 പേർ. അഹരോന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്ന കൂട്ടർ, സത്യസഭയിൽ വരാത്തവർ, താന്താന്റെ വാളുകൊണ്ട് 3000-ഓളം പേർ അവിടെ വീണു. പഴയ നിയമ ആരാധന, വിഗ്രഹാരാധന. അതുകൊണ്ട് പെന്തക്കോസ് പെരുന്നാളിൽ കാനക്കൂടിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, പത്രോസ് ലീഗയുടെ പ്രസംഗം കേട്ട് 2900 അല്ല, 3010 അല്ല, എഴുതിയിരിക്കുന്നുണ്ട് 3000 പേർ ദൈവസഭയോട് ചേർന്നു. കരമുയർത്തുന്നവർക്കായി ഇതാ സ്വർഗം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ 1-ാമത്തെ ഭരണം വരുമ്പോൾ അവൻ റോബോട്ടിനെ ഉണ്ടാക്കും. റോബോട്ട് ഉലകത്തിൽ വരുമോ? പണ്ട് പ്രസംഗിച്ചാൽ പല ഉപദേശിമാരും പറയും, പാസ്റ്റർ എന്തോ പറയുന്നത്. അങ്ങനെയെങ്കിൽ യെരുശലേമിന്റെ ദൈവാലയവും ഇവൻ പണിഞ്ഞു കൊടുക്കും. ഇവൻ റോബോട്ടിനെ കൊണ്ടുവെക്കും ഗൂഗിളിന്റെ സഹായത്തോടെ. വായിക്കാം, ഇന്റർനെറ്റ് മണ്ടിലേക്കും റോബോട്ട് ഇറങ്ങി വരും. വെളിപ്പാട് 13:15 വായിച്ചിട്ട് മോൻ. വെളിപ്പാട് 13:15 വട്ടിയൂർക്കാവിലേക്ക് പോകാം. വെളിപ്പാട് ഏകലോക ഭരണം വന്നാൽ വായിച്ചിട്ട് മോനെ. വെളിപ്പാട് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്. അവിടെ നിൽക്കട്ടെ, എല്ലാവരും നോക്കേ. കിടക്കുന്നു സാരിക്കാരിയായ സോഫിയ. എല്ലാവരും ഇത് കാണണം, എത്ര നല്ല കാഴ്ച. പണ്ട് ഒരു 10 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം ഇവിടെ കൊറ്റമ്പള്ളിയിൽ നിന്ന് ദൈവസഭയിൽ നിന്ന് CS കുഞ്ഞുങ്ങൾ വന്നായിരുന്നു. പണ്ടൊക്കെ ഇത് പറയും വല്ലോ സംഭവിക്കുമോ? സാരിക്കാരിയായ സോഫിയ മുംബൈയിൽ. നിങ്ങൾ കണ്ടില്ലേ, മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. എത്ര ക്ലിയറായി കിടക്കുന്ന റോബോട്ട് സംസാരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നെയ്യാറ്റിൻകരയിട്ട് വരുന്നിടത്തൊരു സ്ഥലമുണ്ട്, പാപ്പനംകോട്. കേട്ടവർക്കായി കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പാപ്പനംകോട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ ഇന്നാൾ സോഫിയ വന്നു. അവൾ വന്നപ്പോൾ അവൾ ലെവല് മാറി. ഞങ്ങളുടെ ഉപദേശിമാരിടയ്ക്ക് പറയത്തില്ലോ, നിന്നെ വേറെ ലെവലിലാക്കാൻ പോകുന്നു. ഉള്ള ലെവല് പോകാതെ പ്രാർത്ഥിച്ചോണം. ഉപദേശിയുടെ ലെവല് മാറ്റത്തിന് നിൽക്കരുത്. സ്വത്രം ഇതായിരിക്കുന്നു. അവൾ അവിടെ വന്നു. ദാണ്ടേ ഇപ്പൊ അവിടെ പേര് മാറ്റി ചാറ്റ് GPT ഗ്രോക്ക്. പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് വന്ന് മാതൃഭൂമിക്കാർ, മനോരമക്കാർ, എഞ്ചിനീയറിംഗ് കുഞ്ഞുങ്ങളെല്ലാം ശോഭിക്ക് എന്ന് പ്രൈസലോട് കൊടുത്തു റോബോട്ടിന്. അപ്പൊ ശോഭിയോടൊരു പെങ്കോ ചോദിച്ചു, ഇനി നിന്റെ ആഗ്രഹം എന്താ? ശോഭിയെ പറഞ്ഞു, ഐ നീഡ് എ മാര്യേജ്. റോബോട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന അച്ഛാ, കാലം തീരാറായി, കല്യാണം വേണമെന്ന് റോബോട്ടിന്. അപ്പൊ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ
കമ്പ്യൂട്ടർ എന്തുവാ, നെറ്റ്വർക്ക് എന്താ ഒന്നുമില്ലാത്ത കാലത്ത് പത്മോസിന്റെ ഏകാന്തതയിൽ സ്വർഗത്തിലെ ദൈവ യോഹന്നാനോട് പറഞ്ഞു, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ഇതാ ഞങ്ങളുടെ ബൈബിൾ. വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയമെടുത്തേ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും, റോബോട്ട്. ഇനി രാത്രി ഇന്റർനെറ്റ് മർഡറിലേക്ക്. അടുത്തത് നിങ്ങളുടെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ജില്ല വട്ടിയൂർക്കാവ്. നെട്ടയത്തോട്ട് പോകുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് ISRO. അവിടുന്ന് ഒരു പെങ്കൊച്ചിനെ റെഡിയാക്കി വിട്ടു. അവളുടെ പേരാ ഇന്നത്തെ സുന്ദരിയായ വ്യോമമിത്ര. എവളാ ഇന്ന് ബാംഗ്ലൂർ ISROയിൽ ശാസ്ത്രജ്ഞന്മാരോടൊപ്പം കാര്യം ചെയ്യുന്ന ഇന്ത്യക്കാരി സുന്ദരി റോബോട്ട് വ്യോമമിത്ര. എത്ര ക്ലിയറായി വട്ടിയൂർക്കാവിലെ സുന്ദരി ബാംഗ്ലൂർ ISRO സോമനാഥ് സാറോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടോ? ഇസ്രോയുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സുന്ദരി വട്ടിയൂർക്കാവുകാരി വ്യോമമിത്ര പെങ്കൊച്ച്. ഇതാ റോബോട്ട്. ശരിയാവും. അന്ത്യകാലമായില്ലേ? മൃഗത്തിന്റെ പ്രതിമ. ഇനി കുറെ ദിവസങ്ങൾ കഴിഞ്ഞാൽ ബാങ്കിലൊന്നും പോകേണ്ട കാര്യമില്ല. 4 ബാറ്ററിയും കൊടുത്താൽ റോബോട്ട് ബാങ്ക് പാസ്ബുക്കും പതിപ്പിച്ചു തരും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ജപ്പാനിൽ വാർത്ത വായിക്കുന്നത് റോബോട്ടായി കഴിഞ്ഞു. സ്വോത്രം. കേരളത്തിലെ TV-യിൽ വാർത്ത വായിക്കുന്ന പലരോട് ഞാൻ പറഞ്ഞു, വേറെ തൊഴിലുറപ്പിന്റെ പരിപാടി എങ്ങാണ് നോക്കിക്കോണം. TV-ക്കാർക്ക് ഇവരെ കിട്ടിയാൽ തുണ്ട് പേപ്പർ കൊടുത്താൽ 4 ബാറ്ററിയും ചാർജ് ചെയ്ത് പേപ്പർ കൊടുത്താൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെ വാർത്തയും വായിച്ചു തരും. വീട്ടിൽ പോയിരിക്കാം. സ്വോത്ര. ബാങ്ക് മാനേജർമാരെല്ലാം ജോലി പോകാണ്ടാ പോകുന്നത്. അത് റോബോട്ടിന്റെ സംവിധാനം. ചില വിദേശ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ പറഞ്ഞു, പാസ് പ്രസംഗിക്കണം. ഇപ്പൊ ഈ വൻകിട കാർ ഷോറൂമിന്റെ സെക്യൂരിറ്റി റോബോട്ടാ. ഒരു വണ്ടി വരുമ്പോൾ റോബോട്ട് ഹല്ലേലൂയ ഹോസന്ന ഒറ്റ ഞെക്ക് സ്റ്റേജ് തുറക്കും, വണ്ടി അകത്ത് കയറിപ്പോ. സ്വോത്ര. സെക്യൂരിറ്റിയുടെ പണി റോബോട്ട് എടുത്ത്. സ്വോത്ര. അമ്മമാർക്ക് സന്തോഷ വാർത്ത. ജപ്പാനിൽ നിന്ന് പുതിയ കഥ വരുന്നുണ്ട്. പിള്ളയെ നോക്കാൻ റോബോട്ട്. സ്വോത്ര. അമ്മ 10 മണിക്ക് എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ റോബോട്ടിന്റെ കയ്യിൽ 4 ബിസ്ക്കറ്റും 2 കുപ്പി പാലും ചൂയിങ്ങോ കൊടുത്താൽ ഇവിടുത്തെ അമ്മച്ചിമാർ നോക്കുന്ന വേലക്കാർ ബിസ്ക്കറ്റ് അടിക്കുന്നവരെ അടിക്കത്തില്ല. റോബോട്ടിന് തിന്നാൻ കഴിയത്തില്ല. ടൈമർ വെച്ച് കുഞ്ഞിന് പാലും കൊടുക്കും, ബിസ്ക്കറ്റും കൊടുക്കും. നല്ല റോബോട്ട് ജപ്പാനിൽ ഇറങ്ങുന്നു. പിള്ളയെ നോക്കാൻ റോബോട്ട്. അങ്ങനെ ഒരു കാലമായി. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. അടുത്തത് ഇന്റർനെറ്റ് മർഡർ. വായിക്കാൻ മോനെ, മൃഗത്തിന്റെ പ്രതിമയെ വായിച്ചട്ടെ. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്ത കമ്പ്യൂട്ടറിന്റെ ഇഷ്ടം. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അതിന്റെ സ്റ്റാർട്ടിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ വന്നു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതാ കമ്പ്യൂട്ടറിന്റെ ലെവല് മാറി. ഇന്നെല്ലാം AI-യിലേക്ക്. അതാ ഇന്നത്തെ ചാറ്റ് GPT. നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഒരു വട്ടം വന്നു കഴിഞ്ഞു. എന്ത് ചോദിച്ചാലും അവൻ മറുപടി തരാൻ തയ്യാറായി കഴിഞ്ഞു. അതിന്റെ പറ്റിയ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും നിർണായകമായി ചാറ്റ് GPT-യിലേക്ക് ലോകം പോകുന്നു. ആ കാലമാ മൃഗത്തിന്റെ പ്രതിമയ്ക്ക് നിയന്ത്രിത ബുദ്ധി. അതിന് ലോകം വിളിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കമ്പ്യൂട്ടറിനെ എന്തോ ചെയ്യും? മനുഷ്യനാക്കാൻ പോകുന്നു റോബോട്ടിന്. ബാക്കിയെല്ലാം നോക്കിക്കോണം. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ദാ കിടക്കുന്നു. റോബോട്ടിനെ മനുഷ്യനാക്കും. ദാണ്ട് തൊടുപുഴക്കാരൻ IBM കമ്പനി, അമേരിക്കക്കാരൻ ചെറുപ്പക്കാരൻ പറയുക, 336 ഹൃദയം വെച്ച് ഹാർട്ടിന്റെ വാൽവും പമ്പ് ചെയ്താൽ ഞാൻ റോബോട്ടിന് ജീവൻ കൊടുക്കാം. കാര്യം ക്ലിയറായോ? റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. ലോകത്തിന്റെ ടെക്നോളജി എവിടം വരെ എത്തിക്കഴിഞ്ഞു? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവനെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് അധികാരം ലഭിച്ചു. അതിന്റെ പേരാ നിയന്ത്രിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. സയൻസിലേക്ക് AI. അതിനാസ്പദമായി സയൻസ് അവനെ വിളിക്കുന്ന പേരുണ്ട് ബ്ലൂ ബ്രെയിൻ. അവനൊരു നിയന്ത്രിത ബുദ്ധി ലഭിക്കും. അതിന് മുമ്പിട്ട് ഒരു സംഭവം നടന്നു. ഇവിടെ ഒരു സാത്താന്റെ കളി ഇവിടെ ഇറങ്ങി. അതിന്റെ പേരാ ബ്ലൂ വെയിൽ. കേട്ടവർ മാത്രം കരമുയർത്താം. കഴിഞ്ഞ കുറെ നാളായിട്ട് ആ കളി ഉണ്ടായിരുന്നു, ബ്ലൂ വെയിൽ. ഇതിന്റെ തൊട്ടടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്കൊരു സ്ഥലം പറഞ്ഞുതരാം. ഈ 6 കടന്ന് അക്കരെ തല പോങ്ങുമൂട്, അതിനടുത്ത് മാറനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ സ്ഥിരം പ്രസംഗിക്കുന്നതായിരുന്നു. മൂലക്കോണവും മാറനല്ലൂരും പോങ്ങുമൂടും ആ സ്ഥലം മൊത്തം പുന്നാവൂർ, ആ ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്ത ഒരാളാണ്. അവിടെ ഒരു സംഭവം നടന്നു. മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും ആ ഫ്രണ്ടിൽ ഒരു ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. 9 വയസ്സുള്ള ഒരു കുഞ്ഞ് കയറിനകത്ത് കെട്ടി തൂങ്ങി മരിച്ചു. 9ാം ക്ലാസ്സുകാരൻ, 14 വയസ്സുകാരൻ. അമ്മച്ചിയുടെ മൊബൈലെടുത്ത് ആ ബ്ലൂ വെയിലിൽ കളിച്ചുകൊണ്ടിരുന്നത്. എന്തിനാവും മരിച്ചത്? ഇതൊരു 50 ദിവസത്തെ കളിയാ. ദിവസവും നമ്മളോട് കളിക്കാൻ പറയും. തോറ്റ് കഴിയുമ്പോൾ ഒരു മെസ്സേജ് അയക്കും, നിനക്കൊരു കമ്പ്യൂട്ടർ ഗെയിം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തിനാ ജീവിക്കുന്ന? കെട്ടി തൂങ്ങി മരിക്കാൻ. അങ്ങനെ ആ പിള്ളേർ ചെന്ന് വെള്ളത്തിൽ ചാടും, കയറെടുത്ത് തൂങ്ങും.
തൂങ്ങും. ഇതെല്ലാം ബ്ലൂ വെയിൽ, മാർനല്ലൂർ. അവന് ഭാര്യയും കുഞ്ഞുങ്ങളും ഇല്ല. 9ാം ക്ലാസ്സുകാരന് കണ്ടല സർവീസ് ബാങ്കും പൊട്ടിയില്ല. മാർനല്ലൂർ പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഗെയിം കളി കളിച്ച് കുഞ്ഞ് മരിച്ചത് മാർനല്ലൂർ, തിരുവനന്തപുരം. അതിന്റെ പേരാ ബ്ലൂ ബ്രെയിൻ. ഇപ്പൊ അത് മാറ്റി. ആ കളി ഇപ്പോഴത്തെ സൈബർ ഡോട്ട് നിരോധിച്ചുകൊണ്ടില്ല. എന്നാലും പല കളികൾ ഇപ്പോഴും പിള്ളേർക്ക് എവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഈ മൊബൈലിൽ വന്നിട്ടുണ്ട്. അതിന്റെ വേറൊരു കളിയാ പബ്ജി. വെക്കടാ വെടി. രാത്രി 11 മണിക്ക് മൊബൈൽ എടുത്തിട്ട് കൊച്ചുങ്ങൾ പറയും ഇവിടെ വെക്ക് അവിടെ വെക്ക് വെടി. ഇതെല്ലാം സാത്താന്റെ കളിയാ. അമ്മമാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ നെറ്റ് ഓൺ ചെയ്ത് ഈ സാത്താന്റെ കളി കൊടുക്കരുത്. 3000 സാത്താന്റെ കളി മൊബൈലിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ബ്ലൂ വെയിലായിരുന്നു മസ്റ്റ് മനുഷ്യനെ കൊല്ലുന്നത്. സങ്കീർത്തനത്തിൽ ഒരു ഭാഗമുണ്ട്, എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? അതേ ടെക്നോളജിയാ സാത്താൻ ഈ കളി തൂക്കുന്ന പിള്ളേരോടുത്ത് പറയുന്നത്, എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? പോയി തീർന്നോളാ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന് നിയന്ത്രിത ബുദ്ധി. ദാണ്ടേ അടുത്തത് മലയാള മനോരമ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എനിക്ക് അയച്ചെന്ന്, ദൈവമാകുമോ നിർമ്മിത ബുദ്ധി? ഉലകത്തെ പിടിക്കാൻ ദൈവമാകുമോ നിർമ്മിത ബുദ്ധി? അപ്പോൾ അവന്റെ ആഗ്രഹം എന്താ? സകലരും അവരെ വണങ്ങണം. ഇനി ഉള്ളത് നിങ്ങൾ കേൾക്കണം. ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. സാത്താന്റെ ഇഷ്ടം എന്താ? ആരാധന. എല്ലാവരും കേൾക്കാം. ശദ്രക്ക് മേശക്ക് അഭേദനഗോഗ് ദുരാസു സമഭൂമിയിൽ വന്ന് നെബൂഖദ്നേസർ സ്വോത്രകാഴ്ചയും ചോദിച്ചില്ല, ദശാംശവും ചോദിച്ചില്ല, കൺവെൻഷന് ഇത് ചോദിച്ചില്ല. ഒന്ന് വണങ്ങിയേക്കാൻ യേശുവിനെ പിശാച് ഉയർന്ന മലയെ കൊണ്ടുപോയി. ഉയർന്ന മലയെ കൊണ്ടുപോയിട്ട് ഇതൊന്ന് വണങ്ങിയാൽ നിനക്ക് തരാം. അങ്ങനെയെങ്കിൽ താമസമിന കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്ന് ഗൂഗിള് സുന്ദർപ്പിച്ച് നിങ്ങൾ സംസാരിക്കുന്നു, മുഖാമുഖം കാണുന്ന ഈ പ്ലേറ്റങ്ങ് മാറും. സാത്താൻ നിങ്ങളുടെ മുഖത്ത് നോക്ക്. അവന്റെ ഇഷ്ടം നിങ്ങൾ വണങ്ങണം. സ്വോത്രം. നിങ്ങൾ വണങ്ങിയില്ലെങ്കിൽ അവൻ നിങ്ങളെ കൊന്നുകളയും. അതിന്റെ പേര് ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലു. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിനാസ്പദമായി സയൻസിലേക്ക് ഞാൻ പൊക്കോളാം. ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി ഇതാ കിടക്കുന്നു. പല സ്ഥലത്തിലും കമ്പ്യൂട്ടർ പൊട്ടിക്ക് തെറിക്കും. ഇന്ന് രാത്രി കേട്ടോണം എന്താ ഇതിന്റെ പ്രശ്നമെന്നറിയോ? എല്ലാവരും മനസ്സിലാക്കണം. ഇന്ന് രാത്രി നമ്മുടെ പ്ലാവൂരിലുള്ള ഒരു പെൺകുട്ടി, അവൾ നല്ല കുഞ്ഞ 27 വയസ്സുണ്ട്. അവർക്ക് ചെന്നൈയിലുള്ളൊരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പം, കുറ്റമൊന്നും പറയുന്നില്ല. രാത്രി 2 പേരും മുറിക്കകത്ത് കയറും. 14 ലാപ്ടോപ്പിനെ പിടിക്കും. സൈഡിലിരിക്കുന്ന മോഡൽ സ്റ്റാർട്ടാക്കും. ഇവർ തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യും, ചീറ്റ് ചെയ്യും. ചിലപ്പം ചെറുപ്പക്കാരനൊരു കാര്യം പറയും, ചില കാര്യം അവളോട് പറയും. അവളോട് പറയുമ്പോൾ അവൾ പറയും നടക്കത്തില്ല. അപ്പോൾ അവൾ സിസ്റ്റം കട്ട് ചെയ്ത് പാൻ നോക്കും. അവൾ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്നത്? അവരുടെ ആ സിസ്റ്റത്തിലേക്ക്, ആ ലാപ്ടോപ്പല്ലേ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയക്കും. അതിൻ്റെ പേരാ വൈറസ് മെസ്സേജ്, അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് മെസ്സേജ്, മൊബൈലിന് താങ്ങാൻ പറ്റാത്ത മെസ്സേജ്. അത് വന്നാൽ ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. ഇവിടെ ഈ ചെറുപ്പക്കാർ സൗണ്ട് സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. അവർ മുമ്പിൽ ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. ഞാനും ഈ കുഞ്ഞുങ്ങളും ഒരുമിച്ച് പാടുമ്പോൾ പരിധി കടന്നു പോയാൽ അവരുടെ താഴെ ഇരിക്കുന്ന ആംപ്ലിഫയറിനകത്ത് റെസിസ്റ്റൻസ് പുകയും താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സയൻസ് കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ മൊബൈലിനകത്ത് മെസ്സേജ് കൂടി വരുമ്പോൾ അതിനകത്തൊരു മെസ്സേജ് പറയും, ഡെലീറ്റ് സം ഐറ്റംസ്. ഇത് മാറ്റിയെങ്കിലേ ബാക്കി കയറാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ എക്സ്പ്ലോസീവ് മെസ്സേജ് വന്നാൽ മൊബൈലിൽ താങ്ങാൻ പറ്റത്തില്ല. ഇനിയുള്ളത് സയൻസ്, എല്ലാവരും കേൾക്കണം. ഒരു ലാപ്ടോപ്പിന് 5 ഭാഗങ്ങളാണ്. 1 ലാപ്ടോപ്പിന്റെ മൈക്രോ പ്രോസസർ, 2 കീബോർഡ്, 3 അടിയിലെ ലിഥിയം ബാറ്ററി, മേലെ 4 സ്ക്രീൻ, 5 സൈഡിൽ ചെറിയ, ഇന്നത്തെ ഏറ്റവും ചെറിയ ബൾബ്. ഇത്രയുമാ ഒരു ലാപ്ടോപ്പിനുള്ളത്. പടപട ചെന്നൈയിലിരിക്കുന്നവൻ ഒരു മെസ്സേജ് കൊടുക്കും. ഈ മെസ്സേജ് കമ്പ്യൂട്ടറിനകത്തോട്ട് കയറിയാൽ ഈ മോഡം അഥവാ മൈക്രോ പ്രോസസർ ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ, ബോർഡ് ചൂടായാൽ ലിഥിയം ബാറ്ററിയുടെ അവിടെ നിന്ന് കത്തൽ തുടങ്ങും. ആ കത്തൽ എവിടത്തേക്ക് വരും? ഈ ലൈറ്റിനകത്തേക്ക് വരും. സ്ക്രീൻ ക്ലിയർ ആകത്തില്ല. നമ്മളിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ക്രീനിന്റെ സൈഡിലുള്ള ഇങ്കിനോട് ചേർന്ന മൈന്യൂട്ട് ബൾബുണ്ട്, അത് പൊട്ടിത്തെറിക്ക്. അത് മനുഷ്യന്റെ ശരീരത്തിൽ കയറി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ല്. ഒരു കാര്യം ഇന്ന് കേരളക്കാർ ശ്രദ്ധിക്കണം. തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറഞ്ഞ 8 വയസ്സുള്ള ഒരു മോൾ, നിങ്ങൾ കണ്ടത് ആ പത്രത്തിനകത്ത്. അപ്പനും അമ്മയ്ക്കും ഒരു മോൾ. അവൾ മൊബൈൽ കളിച്ചു. രാവിലെ മുത്തശ്ശി നോക്കിയപ്പോൾ മൊബൈൽ പൊട്ടിത്തെറിച്ച കുഞ്ഞു മരിച്ചു. കരമുയർത്തുന്നവർക്കായി സകല പത്രത്തിലും ഉണ്ടായിരുന്ന ആദിത്യ 8 വയസ്സുള്ള പെൺകുട്ടി തൃശ്ശൂരിൽ തിരുവല്ലാമല. അതുകൊണ്ട് കേരള പോലീസ് പറയുന്നു, ആവശ്യമില്ലാതെ ജുബയ്ക്കകത്ത് മൊബൈൽ ഇടരുത്. മൊബൈലിന്റെ അമിത ഉപയോഗം ഭയങ്കരമാണ്. അത് കഴിഞ്ഞിട്ട്
ദാണ്ടെ ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി, മൊബൈൽ പൊട്ടിത്തെറിക്കും. ദാ കിടക്കുന്നു ചെന്നൈ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരൻ കാർ ഓടിച്ചു പോയി. അവന്റെ കയ്യിലിരുന്ന മൊബൈൽ കത്തി, കാറും കത്തി. കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചു, അടൂരിൽ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ മനുഷ്യനെ നോക്കും. അവൻ വണങ്ങിയില്ലെങ്കിൽ ആ മനുഷ്യനെ അവൻ കൊന്നുകളെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ. അതിന്റെ പേരാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിയന്ത്രിത ബുദ്ധി. സ്വത്രം തീർന്നില്ല. ഇനി അടുത്ത കാര്യം കേൾക്കണം. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കാട്ടാക്കട വന്നു. വല്ല മൊബൈൽ ലാപ്ടോപ്പ് കയ്യിലുണ്ടായിരുന്നു, പിടിക്കത്തില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അമേരിക്കയിൽ പോയി TPMലെ മൂപ്പന്റെ കണക്ക് കസേരയിരുന്നു, മൊബൈൽ പോയിട്ട് ഒരു ലാപ്ടോപ്പും ഇല്ല. സ്വത്രം. അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട DYSPയോട് ചോദിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി, അവരാരും പിടിക്കത്തില്ല. കാര്യം എന്താ? അവർക്കറിയാം. കാട്ടാക്കട DYSPയോട് ചോദിച്ചാൽ പുള്ളി പറയും, എനിക്ക് ഭാര്യയും 2 കൊച്ചുങ്ങളും കൊണ്ടുവന്നു. സ്വത്രം. കാട്ടാക്കട സ്റ്റേഷനിൽ വെച്ച് നിർത്തി ഞെക്കും, അല്ലെ ഗവൺമെന്റ് കൊടുക്കും. അവരാരും ലാപ്ടോപ്പ് കയ്യിൽ വെക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി, എല്ലാവരും കേൾക്കണം, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സെക്യൂരിറ്റി മുഴുവൻ ഇന്ത്യയുടെ IB ഉണ്ടെങ്കിലും മൂന്നാമത്തെ ഒരു കണ്ണ ഇസ്രായേലിന്റെ മൊസാദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ചെന്നൈയിലെ പെരുമ്പൂരിൽ നിന്ന് കപ്പലിനകത്ത് ഇസ്രായേലിലേക്ക് ആയുധം മോഡി സാർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത, മോഡി സാറിന്റെ കൂടെ ഇരിക്കുന്നവർ പറഞ്ഞ് ആളെ കൊല്ലുന്നത് ആയുധം കൊടുക്കരുത്. ഇതൊന്നും രാഷ്ട്രീയക്കാർ അറിയുന്നില്ല. ഇവരെല്ലാം ഒരു അജണ്ടയിൽ പോകുന്നവരാ. ഇസ്രായേലിന്റെ മൊസാദ് മോഡി സാറിനോട് പറഞ്ഞു, സാറിന് ഭീഷണിയുണ്ട്, ഒരു കാരണവശാലും ലാപ്ടോപ്പ് പിടിക്കരുത്. അദ്ദേഹം പിടിക്കത്തില്ല. അത് കഴിഞ്ഞ് 2018 ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ സംഘടനയുടെ പേരാ യൂറോപോൾ, നമ്മുടെ ഇന്റർപോൾ എന്ന് പറയുന്ന പോലെ യൂറോപോൾ. അന്ന് ഡേവിഡ് കാമറൂൺ, ബ്രിട്ടന്റെ പ്രധാനമന്ത്രി, ഓൺലൈനിൽ നാട്ടുകാർ കേൾക്കട്ടെ, ഇതൊക്കെ അന്ത്യകാലം കേൾക്കണം. ഡേവിഡ് കാമറൂൺ ഇന്ത്യയിലെ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു, സാറേ യാതൊരു കാരണവശാലും ലാപ്ടോപ്പ് ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭായിയോ ബഹനോ സബ് ലോഗ് മേരെ നാം വന്ദൻ കർത്താവ്, ഒരു ലാപ്ടോപ്പ് പോയിട്ട് ഒരു വയർ പോലും കയ്യിലില്ല. സ്വത്രം. ഒറ്റയിടത്തും പിടിക്കത്തില്ല. അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരെ അതെല്ലാം പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മലയാളികൾ പലരും ഈ പ്ലെയിനകത്ത് തിരുവനന്തപുരത്ത് 2 കയറി ചാക്കയെന്ന് ശംഖുമുഖത്ത് കയറുമ്പോൾ എയർ ഹോസ്റ്റസ് ഒരു കാര്യം പറയും, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഓർ ലാപ്ടോപ്സ് നൗ the plane is going to 7,000 feet. 7,000 മേളിൽ കയറാൻ പോവുക. അതുകൊണ്ട് എല്ലാവരും ലാപ്ടോപ്പും മൊബൈലും ആണ് എന്തോ ഓഫ് ചെയ്ത് വെക്കാം. സ്വത്രം. നമ്മുടെ അണ്ണന്മാരില്ലേ, അവർ പറയുന്നത് വല്ലതും കേൾക്കോ? സ്വത്രം. ഞെക്കിക്കൊണ്ടിരിക്കും. സ്വത്രം. അപ്പോൾ ആ പെങ്കൊച്ച് എവിടെ ചെല്ലുമെന്നറിയോ? ക്യാബിന്റെ ബാക്കി ഒരു സാധനം ഇരിപ്പുണ്ട്, ജാമർ. കീന്നൊരടിയടിക്കും, പിന്നെ നമ്മുടെ കുറ്റിയെല്ലാം പോയി, ഒന്നുമില്ല. സ്വത്രം. ഒന്നും കാണാനില്ല. പഴയത് വല്ലതും നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എവിടെ എയർപോർട്ടിൽ ഇറങ്ങും? ആ സമയത്ത് മാത്രമേ ഈ അടയാളം വരത്തുള്ളൂ നെറ്റ്വർക്കിന്റെ. ഈ പെങ്കൊച്ചുങ്ങൾക്കറിയാം എന്താ ഇന്ന് രാത്രി ഇൻഡിഗോ ആകട്ടെ, എയർ ഇന്ത്യ ആകട്ടെ, വിസ്താരയാകട്ടെ, ഒരു ഫ്ലൈറ്റിനകത്ത് ലാപ്ടോപ്പിനകത്ത് നെറ്റ് സംവിധാനം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു അസാധാരണ മെസ്സേജ് വന്നാൽ, ലാപ്ടോപ്പ് ചൂടായാൽ, ആ ഫ്ലൈറ്റിനകത്ത് കത്തിയാൽ വിമാനം താഴെ വീണു പോകും. സ്വത്രം. അതുകൊണ്ടാണ് ഇന്ന് പ്ലെയിനകത്ത് പോലും പലത് OVMക്ക്. അതുപോലെ മാത്രമല്ലെങ്കിൽ അവർ കയ്യിൽ വെക്കാൻ പറഞ്ഞാൽ ഒറ്റ സംവിധാനം നടക്കത്തില്ല. നമ്മൾ റെക്കോർഡ് ചെയ്ത വല്ല പാട്ടം കാണും കേട്ടോണ്ടിരിക്കുക, ഒരു സംവിധാനം ഏറിന്ന് കിട്ടത്തില്ല. ജാമാർ അവിടം വരെ ആയിക്കഴിഞ്ഞു. അതിന്റെ പ്രത്യേകതയാ ഇന്നത്തെ ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്ന് നിയന്ത്രിത ബുദ്ധി അഥവാ കമ്പ്യൂട്ടറിന്റെ 1G, അത് കഴിഞ്ഞ് 2G, 3G, 4G, 5G, ലോകം വിരൽത്തുമ്പിൽ 100 GB ആയിട്ട് ഇവിടെ റിലയൻസ് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് പറഞ്ഞു, നിയന്ത്രിത ബുദ്ധി ലോകത്തിലെ ഏറ്റെടുക്കും. കരമുയർത്തുന്നവർക്കായി മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവര് കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ. അതിന്റെ പേരാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ദൈവമാകുമോ നിയന്ത്രിത ബുദ്ധി. സ്വത്രം. ഇനി അതിന്റെ പരിപാടി, സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ ആളെ കൊല്ലിക്കും. ഇന്ന് രാത്രി കേട്ടോണേ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മനോരമ വലിയൊരു വാർത്തയെ കൊടുത്ത് പടിപ്പുരയ്ക്കകത്ത് വന്നു. ചെറുപ്പക്കാരൻ അപ്പം തന്നെ എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അയച്ചു, പാസ് പ്രസംഗിച്ചോണം. ദൈവമാകുമോ നിർമ്മിത ബുദ്ധി. ഉലകത്തെ പിടിക്കാൻ നിർമ്മിത ബുദ്ധി വരാൻ പോകുന്നു സത്താൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ ഇന്നത്തെ മരണങ്ങൾ? സാത്താന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. അതിനാസ്പദമായി അവനൊരു വാഗ്ദത്തം കുറയും, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. ഇന്ന് രാത്രി തിരുവനന്തപുരം ഞെട്ടിയ
സംഭവം. ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കണം. ആരാ? തിരുവനന്തപുരം പാളയം MM ചർച്ച് കാടൽ ജിൻസൺ രാജ കഴിഞ്ഞ ദിവസം മനോരമയിലുണ്ടായിരുന്നു. അവൻ്റെ ന്യായവിസ്താരം അടുത്ത ദിവസം നടക്കാൻ പോവുക. അവൻ ഒന്നാന്തര CSI കുടുംബത്തില്, അവൻ്റെ അപ്പൻ പ്രൊഫസർ, അമ്മ ഡോക്ടർ, അവൻ്റെ പെങ്ങൾ കരോലിൻ. ഈ മക്കളിരുന്നത് പോലെ ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗം കേട്ട MBBS കാരി, വീട്ടിലെ വേലക്കാരി, നന്ദൻകോട് കവടിയാർ റോഡ്. അപ്പുറവും 2 സുവിശേഷകർ, 1 സുരേഷ് ബാബു, 2 D അജിത് കുമാർ. ഇവരുടെ വീട്ടിൻ്റെ നടുവിലാ ഇവൻ താമസിച്ചു കൊണ്ടിരുന്നത്. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഞാൻ കണ്ടതാ. സ്വത്രം അതിൻ്റെ നടുവിൽ ഇവൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ചെറുപ്പക്കാരനെ പഠിക്കാൻ ഓസ്ട്രേലിയ വിട്ടു. അവിടുന്ന് അവൻ വഴിതെറ്റി റഷ്യയിൽ വന്നു. സാത്താനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ വീണുപോയി. ആ ചെറുപ്പക്കാരൻ പഠനം മതിയാക്കി നാട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങത്തില്ല, എവിടെയൊക്കെയോ പോവും ബുള്ളറ്റിനകത്ത്. ഒരു സുപ്രഭാതത്തിൽ അവനൊരു കാര്യം ചെയ്തു. അപ്പൻ, അമ്മ, പെങ്ങൾ, ബന്ധു 4 പേരെ കൈയോടെ പിടിച്ച് തൂണോടെ കെട്ടി കയ്യിലിരുന്ന മാരകായുധം വെച്ച് ഒറ്റ രാത്രി കൊണ്ട് കൊന്നുകളഞ്ഞു. പിറ്റേന്ന് രാത്രി പേരൂർക്കട പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ മേടിച്ചുകൊണ്ടുവന്ന് കത്തിച്ച് കളഞ്ഞു. തിരുവനന്തപുരം ഞെട്ടിയ വാർത്ത. കരമുയർത്തുന്നവർക്കായി ഒരു വീട്ടിലെ 4 പേരെ കൊന്നു. കാടൽ ജിൻസൺ രാജ. അടുത്ത ദിവസം പേപ്പറിനകത്ത് വരും. നാട്ടുകാർ ആരാണ്ടൊക്കെ പറഞ്ഞ് അവന് മാനസിക രോഗം, അവനൊരു മണ്ണാങ്കട്ടയില്ല. സ്വത്രം അവൻ സാത്താനെ ആരാധിക്കാൻ പോയവർ. അവൻ ഇന്ന് പൂജപ്പുര ജയിലിനകത്ത് നിന്ന് പേപ്പർ വായിക്കുന്നു. സ്വത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ്റെ പിൻപിൽ ഒരു കരമുണ്ട്. വായിക്കുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ സംഭവം 100% സാക്ഷരത തിരുവനന്തപുരം, 100% എംപ്ലോയീസ് തിരുവനന്തപുരം. വട്ടിയൂർക്കാവ് ലാറ്റക്സിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ്റെ ഏക മകൾ ആര്യ. ആരായിരുന്നു അവൾ? അവൾ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്ത് കരിയത്തിന് വരുന്ന വഴിയിൽ ലയോള ചെമ്പക സ്കൂളിലെ അധ്യാപികയായിരുന്നു. ആരായിരുന്നു? ദേവി. ആര്യയുടെ കൂട്ടുകാരി ഒരുത്തി ഉണ്ടായിരുന്നു, ദേവി. ഇവൾ ഫ്രഞ്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും കേൾക്കണം, പോലീസുകാരവിടെ നിൽക്കട്ടെ, ഇതെല്ലാം ഞങ്ങൾ പറയാം. ഇവർ 3 പേരും. പാമ്പാടിക്കാരൻ നവീൻ ആയുർവേദ ഡോക്ടറായിരുന്നു. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ പറഞ്ഞ ആയുർവേദ ഡോക്ടർ. അവൻ എവിടെ വന്നു? തിരുവനന്തപുരത്ത് വന്നു പഠിക്കുവാൻ. അവൻ്റെ കൂട്ടത്തിൽ ചങ്ങാത്തം കൂടിയതാ വട്ടിയൂർക്കാവുകാരി ദേവി. അവർ ഒരുമിച്ച് പഠിക്കുമ്പോൾ വിവാഹിതരായി. 2 പേരും ആയുർവേദ ഡോക്ടർമാർ. ഏറെക്കാലത്ത് ഈ ദേവി എന്ന് പറയുന്ന പെൺകുട്ടി ലയോള ചെമ്പക സ്കൂളിനകത്ത് എന്താ ചെയ്തെന്ന് ലീക്കോ ചെമ്പക അതിനകത്ത് ചെയ്തെന്തെന്നറിയോ? അവൾ ഫ്രഞ്ച് പഠിപ്പിക്കാൻ പോയി. ആര്യ മറ്റൊരു വിഷയം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകൊച്ചിനെ കസ്റ്റഡിയിലാക്കിയിട്ട് പറഞ്ഞു പുനർജന്മം കിട്ടും. ആ ഒരു പ്രശ്നത്തിനകത്ത് ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ലോകത്തിൽ നിന്ന് മാറിയത്. പറഞ്ഞു തരാം, ആരോടും അധികം സംസാരമില്ല, എപ്പോഴും ലാപ്ടോപ്പ്. അതിനുശേഷം വളരെ ഒതുങ്ങി നിന്ന് ജീവിച്ച ഈ പെൺകുട്ടി ദേവി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ മരിച്ചാൽ നമുക്ക് പുനർജന്മം തരണമെങ്കിൽ സാത്താനെ ആരാധിച്ചാൽ പുനർജന്മം കിട്ടും. 2-3 വിദ്യാഭ്യാസമുള്ളവർ, 2 ആയുർവേദ ഡോക്ടർ. ആര്യയുടെ വിവാഹം ഉറച്ചു. നല്ലൊരു ചെറുപ്പക്കാരനുമായിട്ട് മോതിരം കൈമാറ്റം ചെയ്തു. അതെല്ലാം നവീനും കണ്ടു, ദേവിയും കണ്ടു. ഒരു സൂത്രത്തിൽ ആര്യയെ നാഗാലാൻഡിൽ കൊണ്ടുപോയി 6 ദിവസം അവിടെ ചുറ്റി നടന്നു. 7-ാം ദിവസം 4-മതൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ പോലീസ് ഇതുവരെ പൊക്കിയിട്ടില്ല. അവരുമായിട്ട് സംസാരിച്ചു തുടങ്ങി. 4-ാം ദിവസം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പോകണ്ട, ഇവിടെ വെച്ച് മരിച്ചാൽ ഈസ്റ്റർ വരുന്നു. ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾ ഇവിടെ മരിച്ചാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു നാട്ടിൽ ഉയർത്തെഴുന്നേൽക്ക്. ഇതെല്ലാം ലാപ്ടോപ്പിൽ കൂടെ സംസാരിച്ചതാ. എന്താ സംഭവിച്ചതെന്നറിയാമോ? 6 ദിവസം കഴിഞ്ഞു. 10-ാം ദിവസം തീരുമാനമെടുത്ത് 3 പേരും നാഗാലാൻഡിൽ റിസോർട്ടിനകത്ത് മരിക്കുക. ഈ പെങ്കൊച്ചിന്റെ മന്ത്രകൂടിയല്ല, ലാറ്റക്സിൽ അച്ഛനും അമ്മയും എവിടെ കാത്തുവച്ചിരിക്കുന്നു? വട്ടിയൂർക്കാവിൽ കാത്തുവച്ചിരിക്കുന്നു. നാട്ടുകാർ മൊത്തമായിട്ട് കേൾക്കട്ടെ. ഈസ്റ്റർ ദിനത്തിനകത്ത് സംഭവിച്ചത് 1, ആദ്യം ആര്യയെ കൊന്നു, ശരീരം മുഴുവൻ മരച്ചു, കാലിനകത്ത് 666 എഴുതി വെച്ചു. സാത്താൻ ഇഷ്ടപ്പെട്ട നമ്പർ. 2, ഇവൻ തന്നെ ദേവിയെ കൊന്നു, സ്വന്തം ഭാര്യ അവിടെ വെച്ച് കൊന്നു. ഈ ഇതിനകത്ത് ടാക്ക് ചെയ്തൊരു പാർട്ടി ഉണ്ട്, ഇവിടെ വെച്ച് മരിക്കണം. അങ്ങനെയെങ്കിൽ 666 അവിടെ കാലും. അവസാനം ഈ ചെറുപ്പക്കാരൻ പാമ്പാടിക്കാരൻ നവീൻ അവൻ്റെ ശരീരം തന്നെ മുറിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? ഇവർക്ക് 3 പേർക്കും രക്തം കട്ട പിടിക്കാനുള്ള മരുന്ന് പുറത്തൊടുക ആരും അറിയാതിരിക്കാൻ മെഡിക്കലായതുകൊണ്ട് അവർ ചെയ്തു. എന്നിട്ട് അവൻ കഴുത്തിനകത്ത് കയറിട്ട് കെട്ടി തൂങ്ങി മരിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ മണമിറങ്ങി. എന്നിട്ട് എന്താ? നാഗാലാൻഡിൽ നിന്ന് അത് അരുണാചൽ പ്രദേശിൽ നിന്ന് അവരെവിടത്തേക്ക് കൊണ്ടുവന്നെന്നറിയാമോ? ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം ബോഡി അതെവിടെ കൊണ്ടുവന്നെന്നറിയാവോ? തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയവർ ഞെട്ടിപ്പോയി. സാത്താനെ ആരാധിക്കുന്നവരുടെ ശരീരത്തിനകത്ത് കണ്ട പാടുകളും നമ്പരും. ഇന്ന് രാത്രി തിരുവനന്തപുരമേ പ്രാർത്ഥിക്കുക. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. ആര്യ, ദേവി
അത് കഴിഞ്ഞിട്ട് പാമ്പാടിക്കാരൻ നവി തിരുവനന്തപുരത്തുകാരൻ ഞെട്ടണ്ട. എല്ലാ ദിവസവും രാത്രി ഞാൻ സഞ്ചരിക്കുന്ന ഇതുവഴിയാണ്. സ്വോത്രം. ഇവിടെ ഉള്ള എല്ലാവർക്ക് ഈ പട്ടണം ഇവിടെ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ കാനക്കോടും കീഴാറൂറും പെരിങ്കടവിളയും ഒറ്റശേഖരമംഗലവും മണ്ഡപത്തിൻ കടവും എന്നെ അറിയാത്ത ഇവിടെ ആരുമില്ല, ഞാൻ അറിയാത്തവരുമില്ല. സ്വോത്രം. അപ്പോൾ അത്രയും ക്ലിയറായിട്ട് എനിക്കറിയാവുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവും നെട്ടയും മലമുകളും എത്ര രാത്രികൾ ഞാൻ പ്രസംഗിച്ച ഇവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഈ ദിവസങ്ങൾ പ്രസംഗിച്ചവരുടെ ബന്ധുക്കളും കേട്ട് അപ്പോഴവർക്ക് കാര്യം പിടികിട്ടി. ഈ പെങ്കൊച്ചു പോയത് സാത്താനെ ആരാധിക്കുന്ന കൂട്ടത്തിനകത്ത് മണ്ണന്തല മുതൽ ഇഞ്ഞ് കാട്ടാക്കട വരുന്ന തിരുമല വരെ സാത്താനെ ആരാധിക്കുന്ന ബ്ലാക്ക് അഥവാ മാസ് കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. ഇന്ന് രാത്രി പച്ചയ്ക്ക് ഞാൻ വിളിച്ച് പറയുമോ, പോലീസുകാരും മറച്ചു വെക്കും, ഗവൺമെൻറ്റുകാരും മറച്ചു വെക്കും, ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വീണു പോകരുത്. അതുകൊണ്ട് യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവേ. വിവാഹത്തിൻ്റെ നിശ്ചയം ചെയ്തു വെച്ച പെൺകുട്ടിയെ ട്രാപ്പിനകത്താക്കി ആര്യയെ കൊണ്ടുപോയി അരുണാചൽ പ്രദേശിലെ റിസോർട്ടിനകത്ത് പച്ചയ്ക്ക് വരച്ചു കൊന്നെങ്കിൽ ഇതിന്റെ ബാക്കി ഇവിടെ ആരംഭിക്കാൻ പോവുക. ഞങ്ങളുടെ നാഥന്റെ വരവ് ഈ തലമുറയിൽ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പൗലോസ് റോമാലേഖനം എഴുതി ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം? നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി പോയി. ഈ സാത്താന്റെ പിടിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് മറ്റൊരു ശക്തി വരണം. ആ ശക്തിയുടെ പേര് പരിശുദ്ധാത്മാവിന്റെ ശക്തി, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തിന്റെ കൃപ പ്രാപിക്കണം. ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന കാലം? എന്താ കാടൽ ജിൻസൺ രാജ ഇവരെല്ലാം പോകാനുള്ള കാര്യം? വായിക്കാൻ മോനെ, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോവോ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാമത്തെ വാക്യം, യേശു പറഞ്ഞ വാക്യം, നിങ്ങളെ കൊല്ലുന്നവർ. വായിച്ചിട്ട് മോനെ, യോഹന്നാൻ 16:2 വായിക്കാം. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. ഇനി വരുന്നത് സാത്താന്റെ ഭരണം ഇവിടെ വരാൻ പോവുക. IS-ന്റെ തീവ്രവാദികൾ പള്ളിക്ക് ബോംബ് ഭീഷണി നടത്തുക. അതിനെ പള്ളി പ്രശ്നമാക്കുക. അത് മാത്രമല്ല, മനുഷ്യനെ കൊല്ലും. വായിച്ചിട്ട് മോനെ, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവർ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. ദൈവത്തിന് മതിമക്കളെ, ഇതാ സംഭവം. മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. അതുകൊണ്ട് ആ കാടൽ ജിൻസൺ രാജ സ്വന്തം അമ്മയെയും പെങ്ങളെയും അഥവാ വീട്ടിലെ വേലക്കാരിയും കൊന്നു. അവനോട് സാത്താൻ പറഞ്ഞു, നിങ്ങൾ മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. അതുകൊണ്ട് സാത്താനെ ആരാധിക്കുന്ന പാമ്പാടിക്കാരൻ നവീൻ, വട്ടിയൂർക്കാവുകാരി ദേവി, വട്ടിയൂർക്കാവ് ആര്യ ടീച്ചർ, ഇവരോട് 4-മതൊരു പുള്ളി ഇടപെട്ടിട്ട് പറഞ്ഞു, ജീസസ് മരിച്ചതുപോലെ നിങ്ങൾ ശരീരം മുറിച്ചിവിടെ മരിച്ചാൽ ജീസസ് ഉയർത്തെഴുന്നേറ്റുള്ള മറ്റൊരു ഗൃഹത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. അതിനാസ്പദമായി പത്മോസിൽ യോഹന്നാൻ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കൂ. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിന് കൊടുപ്പ. ഇന്ന് രാത്രി മൃഗത്തിന്റെ പ്രതിമയുടെ ശബ്ദം കാനക്കോട് മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. അതിന്റെ പേര് കാഹളനാദം. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ബ്ലൂ പ്രൈം ആത്മാവിനെ കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കാനക്കോട് കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പുലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഒരു വാക്ക് പറഞ്ഞ ഇടവേളയിലേക്ക് 6 വാക്യങ്ങൾ പടപട ഇന്ത്യ ബൈബിൾ സ്റ്റഡിയാ. ഇന്ന് രാത്രി ഇവിടെ ഞാൻ ഇന്ന് യാത്ര ചെയ്തപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം ഞാൻ അങ്ങ് ഓർത്തുപോയതാ. ഇങ്ങോട്ട് വരുന്ന വഴി സോദരം അമ്മ ഏതോ ഒരു ഇന്ന് ഗാസയിൽ പോളിയോ കുഞ്ഞുങ്ങൾക്ക് ഇസ്രായേൽ താൽക്കാലികമായി വെടി നിർത്തിയ വാർത്ത ഞാൻ വായിച്ചു. ഇന്റർനെറ്റിൽ വായിച്ചപ്പോൾ എനിക്ക് പോളിയോയെ പറ്റി ഓർമ്മ വന്നു. ഇവിടെ ഒരു സംഭവമുണ്ട്, പോളിയോ. എന്താ പോളിയോ? ഇവിടെ ഫെബ്രുവരി മാസത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഒരു സംഭവം പറയും. പോളിയോ 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മുടന്തി കിടക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കത്തില്ല. പിന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. പോളിയോ കണ്ടുപിടിച്ചത് ആര്? നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയല്ല. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ഇസ്രായേലിലെ ശാസ്ത്രജ്ഞനാണ്. അവന്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്. എഴുതിക്കോ, PSC പരീക്ഷയ്ക്ക് വരും. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ജോൺ ലിറ്റിൽ വാക്സ്. അതുകൊണ്ട് വാക്സ് എന്ന് പേരൂടെ കൊടുത്ത ജോൺ ലിറ്റിൽ എന്നവന്റെ പേര്. അവനാണ് ആരാ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. പോളിയോയുടെ പ്രത്യേകത ഇവിടെ എല്ലാ അനൗൺസ്മെന്റാ. ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത്, ഒറ്റശേഖരം, മംഗലം പഞ്ചായത്ത്,
കാട്ടാക്കട ബ്ലോക്ക് ഇത്രാം തീയതി കുഞ്ഞുങ്ങളെ കൊണ്ടുവരൂ ഉച്ചയ്ക്ക് കൊണ്ടുവരൂ. 2 സിസ്റ്റർമാർ ഹല്ലേലൂയ പലയിടത്തും നോട്ടീസ് ഒട്ടിക്കും. പഞ്ചായത്തുകാരെ വേറെ പരസ്യം. അന്നാ നമ്മുടെ കാനക്കോട്ടെ സുമംഗലി ചേച്ചി കൊച്ചിന് പോളിയോ കൊടുക്കാതെ പാറച്ചാല ഷീലാ കല്യാണ മണ്ഡലത്തിൽ ചപ്പാത്തി തിന്നാൻ പോകും. പിന്നെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വോത്രം. നീ കൊടുക്കേണ്ടത് നീ കൊടുക്കണം. അല്ല ഷീലാ കല്യാണ മണ്ഡലത്തിൽ ചിക്കൻ കാലി തിന്നാൻ പോയിട്ട് കർത്താവിനെ കുറ്റം പറയരുത്. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പോളിയോടെ പ്രത്യേകത സ്വോത്രം, വരാനിരിക്കുന്ന ഒരു വ്യാധി വ്യാപിച്ച് നമ്മുടെ കുഞ്ഞ് വീട്ടിനകത്ത് കാല് മുടന്തി കിടക്കാൻ ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാനക്കോട് മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നിട്ടുണ്ട്. അതിന്റെ പേരാ പാപം. പാപത്തിന്റെ സന്തതി, അതിന് പാപത്തിന്റെ ഓഹരി, മദ്യപാനം, മയക്കുമരുന്ന്, ആത്മഹത്യ. ഇതിന് ഇന്ന് രാത്രി പോളിയോയ്ക്ക് ഒരു വാക്സിൻ ആര് തരും? കാനക്കോട് ഒരു സഹോദരൻ ചെന്ന് കാട്ടാക്കട ആശുപത്രി ചെന്നിട്ട് പറയാം, സാർ എനിക്ക് പാപമുണ്ട്, ആന്റിബയോട്ടിക് തരുന്നു. അയാളെ പിടിച്ച് പുറത്താക്കുക. സ്വോത്രം. എന്നാൽ വിചാരിക്കും തിരുവനന്തപുരം ജനറൽ ആശുപത്രി ചെല്ലാം. അവിടെ ചെന്ന് ഡോക്ടറോട് പറയാം, എൻ്റെ ശരീരത്തിനും മനസ്സിലും പാവ, ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് എടുത്ത് ട്രിപ്പ് വരുമെന്ന്. അദ്ദേഹം അടുത്ത് പുറത്ത് കളയും. സ്വോത്രം. എന്നിട്ട് നേരെ പോകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അവിടെ ചെന്നിട്ട് പറയും, സാർ എൻ്റെ ശരീരത്തിൽ പാവമുണ്ട്, എങ്ങനെയെങ്കിലും അവനെ മുറിച്ച് കളയണം, സർജറി ചെയ്യാൻ പറ്റുമെന്ന്. പുള്ളിക്കാരൻ പറയും, തലയ്ക്ക് റെഡിയല്ല, ഇറങ്ങിക്കോളാം. സ്വോത്രം. അവസാനം ആരാണ്ട് പറഞ്ഞ് ക്യാൻസർ സെൻ്ററിൽ പോയാൽ ചിലപ്പോൾ പാവത്തെ അടിക്കാൻ റേഡിയേഷൻ കിട്ടും, അതുകൊണ്ട് അങ്ങോട്ട് പോകാം. സ്വോത്രം. അവസാനം ക്യാൻസർ സെൻ്ററിൽ ചെന്നിട്ട് പറയും, സാറേ എൻ്റെ അകത്ത് പാവ റേഡിയോ തെറാപ്പി അടിക്കണമെന്ന്. അവിടുന്ന് അദ്ദേഹത്തെ പുറത്ത് കളയും. ഇന്ന് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ഈ പട്ടണത്തിനകത്ത് ഒരു വാക്സിനെ പരിചയപ്പെടുത്തുന്നു. ആ വാക്സിന്റെ പേര് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ പാപത്തിന്റെ പരിഹാരത്തെ മാറ്റുക. ഇന്ന് രാത്രി ഒരു രക്തത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ വാക്സിൻ അത്ര കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും പോലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടി തന്നു, കണ്ടിവെണ്ണയും തന്നു. എൻ്റെ മുഖരോമങ്ങളെല്ലാം അവർ പിച്ചു ചീന്തി, എൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. സകലതും നിവർത്തിയായി. ആ സമയം ഒരു സൈന്യാധിപൻ കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിലേക്ക് കൊടുത്തു. എൻ്റെ നാഥന്റെ ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും അടിയെങ്കിൽ ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. യേശു മടങ്ങി വരാറായി. നാളെ കൂടെ മാത്രമേ കാനക്കൂടെ യോഗമുള്ളൂ. അടുത്ത ദിവസം യോഗമുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇന്ന് രാത്രി റോഡിനകത്തോ വീട്ടിനകത്തോ തെരുക്കോണിനകത്തോ കവലക്കകത്തോ ഇരിക്കുന്നത് പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ വാരി വാരി കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചു പറയണം, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയില് ആട്ടുംകുട്ടി അറക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കുക? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഇതാ വാതിൽക്കൽ മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് കാൽവറിയെ നോക്കി യാത്ര ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ അതിൽ പ്രശ്നം ഇൻ്റർനെറ്റ് താമസമില്ല. നിങ്ങളുടെ മൊബൈലിനകത്തും കമ്പ്യൂട്ടറിനകത്തുമെല്ലാം മൃഗത്തിൻ്റെ പ്രതിമ. ആരാ? ഗൂഗിളിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ്റെ പേരാ ജെഫ്രി ഹിണ്ടൻ. അദ്ദേഹം ആ പരീക്ഷണശാലയിൽ നിന്ന് ഓടിപ്പോയി. ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈൽ അടിക്കണം. ഏഷ്യാനെറ്റ് അളകനന്ദ, ഇന്റർനെറ്റ് മർഡർ. 24 PP ജെയിംസ്, ഇന്റർനെറ്റ് മർഡർ. അത് കഴിഞ്ഞിട്ട് മീഡിയ വൺ, നിഷാദ് റാവുത്തർ, അവരെല്ലാം ഈ ഗൂഗിൾ ഉണ്ടാക്കിയ ചെറുപ്പക്കാരൻ്റെ പേരാ ജെഫ്രി ഹിണ്ടൻ. അവർ ഓടിപ്പോയി. 1950 കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഒരു നല്ല ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ആദ്യത്തെ ലോകത്തിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്റെ പേരാ അലൻ ടോറി. ഞാൻ പഠിച്ചത് ഇപ്പോഴാണ് ഓർമ്മ. അലൻ ടോറി ആദ്യത്തെ കമ്പ്യൂട്ടറിൻ്റെ 46 ആദ്യത്തെ കമ്പ്യൂട്ടർ ഫിലാഡൽഫിയ. ഇന്നലെ ഞാൻ പറഞ്ഞു 45 ലാസ്റ്റ് 46 തുടക്കം. അന്ന് അലൻ ടോറി 50 കമ്പ്യൂട്ടറിനെ പറ്റി പഠിഞ്ഞു. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യകുലത്തെ ഈ കമ്പ്യൂട്ടർ റോബോട്ട് വഴി തീർക്ക്. അവരും പറഞ്ഞു അങ്ങനെയെങ്കിൽ താമസം വിന നിങ്ങളുടെ ഇന്നത്തെ സ്ക്രീനിനകത്ത് നിങ്ങളുടെ ടെലിവിഷൻ ഓണാക്കിയാൽ, ഗൂഗിൾ ഓണാക്കിയാൽ, നിങ്ങളുടെ മൊബൈലുകൾ ഓണാക്കിയാൽ ചില പരസ്യം വന്നു കഴിഞ്ഞ സൈറ്റ് വരുന്നത് പോലെ സാത്താൻ്റെ മുഖം വെളിപ്പെടാൻ കാലമായി. അവൻ്റെ മുഖം നമ്മുടെ ലാപ്ടോപ്പിനകത്ത് വരുന്നതിന് മുമ്പ് തേജസ്സിൽ നാഥൻ്റെ മുഖം നാം ദർശിക്കും. പത്മോസിൽ യോഹന്നാൻ കണ്ടതുപോലെ ദൈവമാകുമോ
നിർമ്മിത ബുദ്ധി, ഈ AI, ഇനി വരാൻ പോകുന്നത് 9G. മോഡി സാർ പറയുന്ന ഇന്റർനെറ്റ് വിപ്ലവം ഇന്നുകൊണ്ട് ഞാൻ തീർക്കുന്നുണ്ട്. 9G പ്രസംഗിക്കാൻ സമയമില്ല, മറ്റെവിടെയെങ്കിലും പ്രസംഗിക്കാം. 9G കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുവന്റെ കയ്യിൽ ഭരണം ഇവിടെ എത്താറായി. എന്നാൽ അവന്റെ ഭരണം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഇവിടെ എത്തുന്നതിന് മുമ്പ് കരങ്ങൾ ഉയർത്തിപ്പറ, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. കരമുയർത്തുന്നവർക്കായി അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. കാലക്കോടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.